പ്രതിഷേധം ഈ പറയുന്നത് ഒരു കേഡർ പാർട്ടിയുടെ അണികളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ ഞങ്ങളുടെ പാർട്ടിയുടെ ചില നയങ്ങളുണ്ട്. ഇപ്പൊ ഇതൊരു പൊതുവഴിയാണ്, ഒരു ടൗണിലെ ഒരു വഴി. നമ്മൾ ആ വഴിയിൽ പോകുന്നവർക്ക് തടസ്സം ഉണ്ടാക്കാനോ മറ്റൊരു പ്രതിഷേധത്തിനല്ല വന്നത്. ഞങ്ങളുടെ പാർട്ടിയെ സംരക്ഷിക്കാനും ഞങ്ങളുടെ പാർട്ടിയിലെ തെറ്റുകളെ തുറന്നു കാട്ടാനും വേണ്ടിയാണ് ഞങ്ങൾ വേറൊരു രീതിയിലേക്ക്. സ്ത്രീകൾക്ക് സംരക്ഷണം ഇല്ലാത്ത നേതാക്കന്മാരാണ് ഇപ്പോൾ. സ്ത്രീകൾക്ക് സംരക്ഷണം എന്ന് പറയുന്നത് അതെ, സ്ത്രീകൾക്ക് സംരക്ഷണമില്ലാതെ നേതാക്കന്മാരെല്ലാം ഉണ്ടെന്നുള്ളതല്ല. സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന പുരുഷൻ സഖാക്കളാണുള്ളത്. വളരെ മോശമായി. ആ വാക്കുകളൊന്നും ഞങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളല്ല, ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ ഞങ്ങൾ ഇതെല്ലാം അടക്കം നല്ല തെളിവുകൾ ഉൾപ്പെടെ നേതൃത്വത്തെ ആകെ ലോക്കൽ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഏരിയ മുതൽ സംസ്ഥാന തലം വരെ കൊടുത്തിട്ട് അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങളുടെ സഖാക്കളുടെ പരാതി കൊടുത്ത സഖാക്കളോട് ചിലപ്പോൾ ഞങ്ങളുടെ നേതൃത്വം ചോദിച്ചിട്ടുള്ളത് കുലശേഖരത്ത് പേപ്പറിന് വിലക്കുറവാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത്തരമല്ല, ഞങ്ങൾ 9 വർഷം കൊണ്ട് ഇത്രയും സംഘടനാപരമായി വളരെ അച്ചടക്കത്തോടുകൂടി പാർട്ടിക്കകത്ത് ശക്തമായി പ്രതിഷേധിച്ചിട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വളരെ ഒരു ഏകാധിപത്യത്തോടുകൂടി, ഒരു ദാസ്യത്തോടുകൂടി നിങ്ങൾ ഈ പാനലിനെ അംഗീകരിക്കുന്നോ, കൈയടിക്കുന്നവർ കൈപൊക്കി അംഗീകരിക്കുന്നു പറഞ്ഞാൽ 10-25 പേര് കൈ പൊക്കിയപ്പോഴത്തേന് അതിനെ അംഗീകരിച്ചുകൊണ്ട് ഈ പാനലിനെ അംഗീകരിച്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ എടുത്തു എന്നുള്ള രീതിയിലാണ് പ്രഖ്യാപനം വന്നത്. ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് യോജിച്ച ഒരു വ്യക്തി അല്ലേ അല്ല. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. CPM ലോക്കൽ സമ്മേളനങ്ങളിൽ തെറിവിളിയും കയ്യാങ്കളിയും. കരുനാഗപ്പള്ളിയിൽ സംസ്ഥാന നേതാക്കളെ കഴിഞ്ഞ രാത്രി പൂട്ടിയിട്ടു. പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ കള്ളന്മാരെയും കൊള്ളക്കാരെയും സ്ത്രീപീഡന വീരന്മാരെയും നിയോഗിച്ചതിൽ പ്രതിഷേധിച്ച് വനിതകളടക്കം ഇന്ന് തെരുവിലിറങ്ങി. ഗോവിന്ദച്ചാമിക്ക് പകരം അമിനുൽ ഇസ്ലാം വേണ്ടെന്നാണ് പ്രതിഷേധക്കാർ ഉയർത്തിപ്പിടിച്ച ഒരു പ്ലക്കാർഡിൽ കണ്ടത്. പാർട്ടിയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചവരെ പാർട്ടി കൊള്ളുമോ തള്ളുമോ, അതോ പാർട്ടിയെ മുച്ചൂടും നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവർക്ക് പരവതാനി വിരിക്കുമോ? കരുനാഗപ്പള്ളി ലോക്കൽ സമ്മേളനങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. തമ്മിലടി തെരുവിലേക്കോ? ഇടത് സൈദ്ധാന്തികൻ പണ്ഡ്യാല ഷാജി, CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ്, രാഷ്ട്രീയ നിരീക്ഷകൻ N ശ്രീകുമാർ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ പണ്ഡ്യാല ഷാജി, ഇത് ആശയ സമരമാണോ ആമാശയ സമരമാണോ? അണികൾ നേതാക്കന്മാരുടെ തനി നിറം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അബദ്ധസഞ്ചാരികളെയും പാർട്ടിയെ വിറ്റ് പുട്ടടിക്കുന്നവന്മാരെയും ഇനിയും സഹിക്കാനാവില്ലെന്നൊരു വിഭാഗം തെരുവിലിറങ്ങി പറയുമ്പോൾ ഈ പാർട്ടി പൂർണ്ണമായും ചീഞ്ഞളിയുകയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മിസ്റ്റർ നമ്പ്യാർ, ഈ പാർട്ടി അതിൻ്റെ സമ്പൂർണമായ ആത്മനാശത്തിലേക്കുള്ള യാത്രയാണ്. ഇത് ഞാൻ സാധാരണ നിലയിൽ ഈ ഡിബേറ്റിൽ വന്നിരിക്കുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് നിരന്തരമായി ഞാൻ ആവർത്തിക്കുന്ന സംഭവമാണിത്. ഈ ചർച്ചക്കകത്ത് പങ്കെടുക്കുമ്പോഴും ഞാൻ വളരെ ഹൃദയവേദനയോടെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആ ജാഥക്കകത്ത് പങ്കെടുത്തിട്ട് ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുക. സ്ത്രീകൾ അവർ ഉയർത്തുകയും അവർ പറയുകയും ചെയ്യുന്ന അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളൊന്ന് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ന് മുതലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇത്തരം ഒരു അപജയത്തിലേക്ക് യാത്ര ആരംഭിച്ചത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിനുള്ള ആദ്യമധ്യാന്തമായിരിക്കുന്ന ഒരു ഉത്തരം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആവാനുള്ള ശ്രമം നടത്തുകയും അങ്ങനെ പാർട്ടി സെക്രട്ടറിയായി അയാൾ അവരോധിക്കപ്പെടുകയും ചെയ്തതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സാമ്പ്രദായികവും സാമൂഹികവും രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായ അതിൻ്റെ എല്ലാവിധ സംഘടനാ മര്യാദകളെയും കാറ്റിൽ പറത്തി അതിനെ പുനഃസംഘാടനം ചെയ്യുകയായിരുന്നു ഇയാൾ. ഈ പുനഃസംഘാടനം ഇയാൾ നടത്തിയതിൽ പിന്നീട് മുഖ്യമന്ത്രി പദത്തിലേക്ക് അയാൾ യാത്രയൊരുക്കുകയും അയാൾ അതിൽ അവരോധിക്കപ്പെടുകയും ചെയ്തതോടെ മുകളിൽ നിന്ന് താഴേക്ക് പാർട്ടിയെ ഇയാൾക്ക് അനുസൃതമായ രീതിയിലേക്ക് ഇയാൾ ഇതിനെ വീണ്ടും കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ അനിവാര്യവും സ്വാഭാവികവുമായ രാഷ്ട്രീയ ദുരന്തമാണ് സത്യത്തിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇത് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ആഫീസിലേക്കാണ് പാർട്ടിയുടെ സഖാക്കൾ ജാഥ നയിക്കുന്നത്. ചെറുതല്ല വിഷയം.
അനധിവിദൂര ഭാവിയിൽ ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നതല്ല ഇത്. അനധിവിദൂര ഭാവിയിൽ ഈ ഇത്തരത്തിലുള്ള ജാഥകൾ ഇവിടത്തേക്കും വരുമെന്നറിയോ? ഇവിടത്തേക്ക് വരുമെന്നറിയോ? അതിന്റെ ആസ്ഥാന മന്ദിരങ്ങളിലേക്ക് പോലും യാത്ര ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ഇതിന്റെ രാഷ്ട്രീയ ചിത്രം മാറും. ഇതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയണമെന്ന മറ്റൊരു വിഷയം, ആരാണ് സത്യത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ റോൾ മോഡൽ ആരാണ്? ഇതാണ് ബേസിക് ആയിരിക്കുന്ന ചോദ്യം. അത് മറ്റാരുമല്ല, അത് ചെഷസ്ക്യൂ ആണ്. മാത്രമോ ചെഷസ്ക്യൂവിന്റെ ഭാര്യയാണ്. ഈ പറയുന്ന സ്ത്രീകൾ വിളിച്ചിരിക്കുന്ന മുദ്രാവാക്യത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം എന്താണ്? സ്ത്രീകളോട് മാന്യമായി പെരുമാറുക എന്നുള്ളതാണ്. ഞാൻ ഈ കരുനാഗപ്പള്ളിയിലും കൈവെള്ളയിലിട്ട് നടക്കുന്ന പോലെ അറിയുന്ന ഒരാളാണ് ഞാൻ. കൈവെള്ളയിലിട്ട് അടിക്കുന്ന പോലെ എനിക്ക് അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഈ കരുനാഗപ്പള്ളിയിൽ CPIMന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ ഫാക്ഷന് ഭൂരിപക്ഷം കിട്ടുന്നത് എപ്പോഴാണ്? കരുനാഗപ്പള്ളിയിലെ ഏറ്റവും പ്രമുഖരായിരിക്കുന്ന VS പക്ഷത്തിന്റെ ഏറ്റവും വലിയ സമര സംഘാടകരും നേതാവുമായിരിക്കുന്ന PR വസന്തൻ. ഈ PR വസന്തനെ ഈ പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ചേരിയിലേക്ക് അടർത്തി മാറ്റിയതോട് കൂടിയിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന കൊല്ലം ജില്ല പിടിച്ചെടുക്കുന്നതിന്റെ ആദ്യത്തെ ഘട്ടം സ്റ്റെപ്പ് വെക്കുന്നത് അവിടെ വെച്ചാണ്. അതിൽ പിന്നീട് PR വസന്തൻ എന്തൊക്കെ നേരത്തെ ക്വാളിറ്റികൾ ഉണ്ടായിരുന്നു, ആ ക്വാളിറ്റികൾ മുഴുവൻ തന്നെ ഇല്ലാതായി തീരുകയും ഒരുപക്ഷെ കേരളത്തിനകത്ത് ഏറ്റവും എന്താ പറയാ മലീമസമായ അഴിമതി ആരോപണങ്ങൾ, ലൈംഗിക അരാജകത്വങ്ങൾ, എന്താ പറയാ ഹോമോസെക്സുകൾ, സ്പിരിറ്റ് കടത്തുകൾ, ഇങ്ങനെ വരാവുന്ന സർവ്വസംഭവത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട കൂത്തരങ്ങായിട്ട് മാറുകയാണ് ചെയ്തത്. ഡോക്ടർ B ജയരാജ്, ഗോവിന്ദചാമിക്ക് പകരം അമിനുൽ ഇസ്ലാം വേണ്ട എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരുടെയും സ്വഭാവത്തെപ്പറ്റി ധാരണയുള്ള മലയാളികൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് പിടികിട്ടും. ഒരു കള്ളൻ ഇറങ്ങുമ്പോൾ അടുത്ത കള്ളനെ സെക്രട്ടറിയായി ഇരുത്തും. ഒരു കൊള്ളക്കാരൻ ഇറങ്ങുമ്പോൾ അടുത്ത കൊള്ളക്കാരനെ അവരോധിക്കും. ഒരു പീഡകൻ ഇറങ്ങുമ്പോൾ അടുത്ത പീഡകനെ കയറ്റി ഇരുത്തും. വറചട്ടിയിൽ നിന്നും എരുതിയിൽ വീണ കണക്കെയാണ് പാർട്ടി അംഗങ്ങൾ. ഇന്ന് ആ സ്ത്രീകൾ പറഞ്ഞത് കേട്ടില്ലേ? നോക്കൂ, പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പാർട്ടിയിൽ നടക്കുന്നു. പക്ഷേ അതിന് നേതൃത്വം നൽകുന്നവരെ വീണ്ടും സെക്രട്ടറി പദത്തിൽ അവരോധിക്കുന്നു. ഈ പാർട്ടി ഇതിൽ പരം ഇനി അപജയപ്പെടാനുണ്ടോ? ഇതിനകത്ത് നമ്മൾ ആദ്യമേ നോക്കി കാണേണ്ടുന്നത് ഈ പാർട്ടിയിലെ വിഭാഗീയത എന്ന് പറയുന്നത് എല്ലാ കാലത്തും ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്നെന്ന് വിശേഷിപ്പിക്കാവുന്ന ചില കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ഒന്ന്, ഈ ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യൻ സൈനികർക്ക് രക്തം കൊടുക്കണോ എന്നുള്ള വിഷയത്തിൽ തുടങ്ങി. അതായത് അന്ന് EMSന്റെ കാലം തൊട്ട് ഇത്തരത്തിൽ ഈ പറഞ്ഞ ചേരിതിരിവുകളുണ്ടായിരുന്നു. അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്നത് ഈ CIT വിഭാഗം, പിന്നീട് VS വിഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് പത്രങ്ങൾ കൊട്ടിഘോഷിച്ച ആ രീതിയിലുണ്ടായിരുന്ന ഒരു സ്പ്ലിറ്റ്. അതല്ലെങ്കിൽ ഈ കണ്ണൂർ ലോബി, അല്ലെങ്കിൽ തിരുവിതാംകൂർ ലോബി, അല്ലെങ്കിൽ തെക്കൻ കേരള ലോബി എന്നൊക്കെ പറയുന്ന ഒരു സ്പ്ലിറ്റ്. ഇത് സത്യത്തിൽ അങ്ങനെ ഒരു സ്പ്ലിറ്റിനേക്കാളും ഇതിനെ നോക്കി കാണുന്നത് ചില നേതാക്കളുടെയും ചില പ്രശ്നങ്ങളുമാണ്. ഈ കുലശേഖരപുരം എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന സ്ഥലമാണ്. അതായത് പാർട്ടി ഉണ്ടായ കാലം തൊട്ടേ കുലശേഖരപുരത്ത് എന്നും പ്രശ്നങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഓച്ചിറ അടുത്ത് കിടക്കുന്നുണ്ടാണെന്ന് തോന്നുന്നു. ഓച്ചിറ കളിയിൽ അഭിരമിക്കുന്നവരാണ് അവിടുത്തെ പാർട്ടി എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടാണോ എനിക്കറിയില്ല. കുറേ അധികം ആളുകൾ സേവ് CPM എന്ന് പറഞ്ഞ് ഇറങ്ങിയതും അവിടെ തന്നെയാണ്. കുറേ പേര് CPI, ML, UL എന്നൊക്കെ പറഞ്ഞിട്ട് ഈ XZ വരെ ഉള്ള പാർട്ടികൾ ഉണ്ടാക്കിയ സ്ഥലം അവിടെയാണ്. ഒരുപാട് നല്ല നേതാക്കന്മാർ ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളുടെ പേരിൽ അവിടെ നിന്ന് മാറിപ്പോവുകയും പുതിയ കുറേ ആളുകൾ അവിടേക്ക് വരികയൊക്കെ ചെയ്തൊരു സ്ഥലമാണ്. ഇത് തികച്ചും പ്രാദേശികമായൊരു വിഷയമാണ് ഈ കുലശേഖരത്ത് നടക്കുന്നത്. കുലശേഖരത്ത് എത്ര നാളായി ഒരു നേതാവും ഒരു വനിതാ നേതാവും ഒരു യുവ നേതാവും തമ്മിലുള്ളൊരു വഴക്കാണ് ഇതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ ഒന്നും. പക്ഷേ ഈ ഒരു ലോക്കൽ സമ്മേളനത്തിലൊരു വിഷയം നടക്കുന്നത് ഒരു ലോക്കലാണ്. കാര്യം ഒരു 6-7 ബ്രാഞ്ചുകൾ ചേരുന്ന അല്ലെങ്കിൽ ഒരു 10-12 ബ്രാഞ്ചുകൾ ചേരുന്ന ഒരു ലോക്കലിലെ വിഷയമാണ്. അത് ഇത്രയും ഈ റോഡിലോട്ടൊന്നും കൊണ്ടുവരേണ്ടുന്ന കാര്യമൊന്നുമില്ല. എല്ലാ കാലത്തും സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് ഒരു കൺസെൻസസ് എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അവതരിപ്പിക്കുന്നതിന് അത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്താറുണ്ട്. തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിനകത്ത് ചിലപ്പം ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. തിരഞ്ഞെടുപ്പ് വ്യക്തമായ രീതിയിലല്ല നടത്തിയത്, തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിൽ പിശകുണ്ടായിരുന്നു എന്നൊക്കെ. സാധാരണ ഒരു തിരഞ്ഞെടുപ്പിൽ എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടാകുമോ അത്തരത്തിലുള്ള ആരോപണങ്ങളല്ല ആ കാലത്തും ഞാനുമൊക്കെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കാലത്തും
അല്ലെങ്കിൽ DYFIയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ മേളിൽ നിന്ന് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര്, പരിചയമില്ലാത്ത കുറേ ആളുകൾ, അത് ഫ്രഷ് ഫേസസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അത് ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് പകരം ഇവരിൽ നിന്ന് ഒരാൾ തന്നെ വരണം എന്നുള്ള വാശി പിടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. കരുനാഗപ്പള്ളിയിൽ ഒരുപാട് നല്ല ചെറുപ്പക്കാർ CPM നിന്ന് പോയിട്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ കോൺഗ്രസിന് ഒരു MLA വരെ കിട്ടിയിരിക്കുന്നത്. ഇത്തരം പ്രവണത കൊണ്ടാണ്. അത് അവിടുത്തെ തികച്ചും പ്രാദേശികമായൊരു പ്രശ്നമാണ്. കൊല്ലം ജില്ലയായിട്ട് ബന്ധപ്പെട്ട് അതിന് യാതൊരു, എനിക്ക് തോന്നുന്നു കരുനാഗപ്പള്ളിയിൽ ഒരു ബഹുഭൂരിപക്ഷ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ ഇത് ആലപ്പുഴ ജില്ലയിലും ഇല്ല, കൊല്ലം ജില്ലയിലും ഇല്ലാത്ത ഒരു ത്രിശങ്കു സ്ഥലമായി മാറിയിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഈ കുലശേഖരത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1990 മുതൽ ഞാൻ കേൾക്കുന്നതാണ്. ഇത് ഇന്നലെ ഉണ്ടായ പ്രതിഭാസമൊന്നുമല്ല. അവിടെ എല്ലാ സമ്മേളന കാലയളവിലും ഇവിടുത്തെ ലോക്കൽ സമ്മേളനം ഡോക്ടർ ജയരാജ്, കഴിഞ്ഞ സമ്മേളന കാലയളവിൽ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിക്ക് അത്തരത്തിലുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അണികളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല? ഇന്ന് ആ സ്ത്രീ പറഞ്ഞത് കേട്ടില്ലേ? എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഏരിയ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്, ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്, സംസ്ഥാന സമിതി നേതാക്കളെ കണ്ടിട്ടുണ്ട്, സംസ്ഥാന നേതൃത്വത്തെ കണ്ടിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ പറ്റുന്നില്ല? പാർട്ടിയുടെ സ്വഭാവം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ, അല്ലേ? അതായത് ചിലരെ പാർട്ടിക്ക് ആവശ്യമുണ്ട് താക്കോൽ സ്ഥാനങ്ങളിൽ. അവർക്ക് ഇവിടെ സമൂഹത്തിലെ എല്ലാ അധമ പ്രവൃത്തികളും നടത്തുന്ന സ്വഭാവമാണ് അവർക്കുള്ളത്. അങ്ങനെയുള്ളവരെ മതി. പാർട്ടിക്ക് സമ്പത്ത് ഉണ്ടാക്കുക മാത്രമാണ് ലക്ഷ്യം. ഞാൻ പറയുന്നതല്ല, പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ആണ് പറയുന്നത്. മാത്രമല്ല, പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ പീഡനങ്ങൾ നടത്തുന്ന നേതാക്കന്മാരെ വീണ്ടും അതേ സ്ഥാനത്ത് അവരോധിക്കുന്നു, എന്നിട്ട് ചില പേരുകൾ അവതരിപ്പിക്കുന്നു, കൈയടിച്ച് പാസ്സാക്കുക. ഇതാണോ പാർട്ടി സംവിധാനം, ഡോക്ടർ ജയരാജ്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ലേ, ഇത് കുലശേഖരത്തെ മാത്രം ഒരു പ്രശ്നമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. ശ്രീ പാണ്ഡ്യാല ഷാജി പറയുണ്ടായി, കൈവെള്ളയെക്കാളും വ്യക്തമായിട്ട് കരുനാഗപ്പള്ളിയെക്കുറിച്ച് അറിയാം. കരുനാഗപ്പള്ളിയെക്കുറിച്ച് ഒരു ചുക്കും പാണ്ഡ്യാല ഷാജിക്ക് അറിയത്തില്ല. അറിയാമെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ചീഷസ് ക്യൂ, ഇലിയസ് ക്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല. അത് ചുമ്മാതെ എവിടുന്നോ കേട്ട വാക്കുകളൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ താമസിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയാണ് അത് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഇതൊരു ലോക്കൽ ഇഷ്യൂവിനെ ഇത്രയും വലുതായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യണമെന്ന കാര്യമൊന്നുമില്ല. ലോക്കൽ ഇഷ്യൂസിലാണ് അവരിങ്ങനെ തെരുവിൽ ഇറങ്ങി ഇത് ചെയ്തതും. അതിന് ആരൊക്കെ പണം കൊടുത്ത് ഇറക്കിയതാണോ? ഇനി കോൺഗ്രസ്സുകാർ കൊടുത്ത് ഇറക്കിയതാണോ? കരുനാഗപ്പള്ളിയിൽ മാത്രമല്ല, പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സമ്മേളനമോ ജില്ലാ സമ്മേളനമോ സംസ്ഥാന സമ്മേളനമൊന്നും അല്ല. കോൺഗ്രസ്സുകാരുടെ കൊല്ലം സമ്മേളനം നടത്താതെ നോമിനേറ്റഡ് വെച്ചുള്ള പാർട്ടിയൊന്നും അല്ല. ഇവിടെ ജനാധിപത്യ പാർട്ടിയാണ്. അവിടെ ചർച്ചകൾ നടക്കും, എതിരഭിപ്രായങ്ങൾ ഉണ്ടാകും, ചിലർക്ക് ന്യായീകരിക്കേണ്ടി വരും, ചില ആളുകൾക്ക് എതിർത്ത് നിൽക്കേണ്ടി വരും, ചിലർക്ക് മത്സരം നടത്തേണ്ടി വരും. മത്സരത്തിൽ പരാജയപ്പെടുന്നത് തീർച്ചയായിട്ടും ചിലരൊക്കെ പുറത്തേക്ക് വരും. ഒരു കേഡർ സംവിധാനമുള്ള അല്ല, ഉൾപാർട്ടി ജനാധിപത്യം അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ പരാതികളുമായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി പ്രതിഷേധിക്കില്ലല്ലോ. തെരുവിലിറങ്ങേണ്ട അവരുടെ ദുരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. തെരുവിലിറങ്ങുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ല. അവിടുത്തെ പാർട്ടിക്കാർ. ഈ ഒരു പ്രദേശത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുലശേഖരത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഞാൻ ആ പ്രദേശത്തിനെ അപമാനപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ആ പ്രദേശത്തെ പാർട്ടിക്കാരാണ് പല വാർത്തകളും പല നേതാക്കന്മാരുടെയും പേരിൽ അടിച്ചിറക്കുക, പല ഫോൺ സംഭാഷണങ്ങൾ വാട്സപ്പ് വഴി ചെയ്യുക. ഇതൊക്കെ കുറെ നാളുകളായി തുടരുന്നതാണെന്നേ. നോട്ടീസുകൾ അടിച്ചിറക്കുക, തന്തയില്ലാത്ത ലഘുലേഖകൾ അടിച്ചിറക്കുക. തന്തയില്ലാത്തതെന്ന് വെച്ചാൽ ഇതിന് അഡ്രസ് ഇല്ലാത്ത സാധനങ്ങൾ, ഇത് എവിടുന്നാ വരുന്നതെന്ന് അറിയത്തില്ല. പിന്നെ സേവ് CPM ഫോറം, അങ്ങനെ കുറെ സാധനങ്ങൾ. ആ സേവ് CPMമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അപ്പൊ ഇന്ന് തെരുവിലിറങ്ങിയവരൊക്കെ തന്തയില്ലാത്തവന്മാരാണോ എന്നല്ല ഞാൻ പറഞ്ഞത്. തന്തയില്ലാത്ത കത്തടിച്ചിറക്കുന്ന ആളുകളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ അഡ്രസ് ഇല്ല. അത് എവിടുന്നാണ് വരുന്നത്? ഇതിപ്പം കോൺഗ്രസ്സുകാരാണോ അടിച്ചതെന്നറിയില്ല, BJPക്കാരാണോ അടിച്ചതെന്നറിയില്ല. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറഞ്ഞ ഇത് മുതലെടുക്കാനായിട്ട് അവിടെ കുറെ ആളുകളുണ്ട്. അതുകൊണ്ടാണ് അവിടെ കോൺഗ്രസിന്റെ ഒരു MLA സുഖമായിട്ട് ജയിച്ചു വന്നത്. അല്ലെങ്കിൽ അവിടെ ഒരിക്കലും ജയിക്കില്ല. അവിടെ പാർട്ടി കേഡർമാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഭാഗീയതകൾ മുതലെടുക്കാനായിട്ട് കുറെ അധികം ആളുകൾ കരുനാഗപ്പള്ളിയിലുണ്ട്. കരുനാഗപ്പള്ളി പഞ്ചായത്തിലും കരുനാഗപ്പള്ളി. ഡോക്ടർ ബി ജയരാജ്, ഒരു പതിറ്റാണ്ട് മുമ്പ് ഏറാമലയിലും ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉയർന്നപ്പോൾ, ഇങ്ങനെ പാർട്ടി പ്രവർത്തകർ പുറത്തിറങ്ങി പ്രതിഷേധിച്ചപ്പോൾ അന്നും സംസ്ഥാന നേതൃത്വം പറഞ്ഞത് അത് ഏറാമലയിലെ പ്രശ്നം മാത്രമാണെന്നാണ്. ആ ഏറാമല പ്രശ്നം വളർന്ന് ഇവിടെ വരെ എത്തിയെന്ന് താങ്കൾക്കറിയാലോ നന്നായിട്ട്, അല്ലേ? ഇതിനകത്തുള്ള ഒരു വിഷയം ഏറാമല ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നതല്ല. 32,000 ബ്രാഞ്ച് ഉണ്ട് എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ആ ബ്രാഞ്ചിനകത്ത് ഒരു 12 ബ്രാഞ്ചിൽ ഒന്നാണ് ഈ ലോക്കൽ എന്ന് പറയുന്നത്.
ആ ലോക്കൽ നടക്കുന്ന ഒരു പ്രശ്നത്തിനകത്ത് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാക്കണമെന്ന കാര്യമില്ല. കോൺഗ്രസിന്റെ നേതാക്കന്മാര്, പ്രതിപക്ഷ നേതാവും പിന്നെ അതല്ലെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റും കൂടെ KPCC പ്രസിഡന്റോ വരുന്നുണ്ട്, മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കുന്നു പരസ്യമായി, എല്ലാവരും കേൾക്കെ. അതിവിടെ വിഷയമല്ല, അത് നാക്കുപിഴയായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു. BJP-ക്കാര് മാധ്യമക്കാരെ വെല്ലുവിളിക്കുന്നു, എല്ലാ മാധ്യമങ്ങളെയും കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നു. അതൊരു വിഷയമല്ല, കടക്ക് പുറത്തെന്ന് പറയുന്ന വിഷയമാണ്. ഇതെന്ത് രണ്ട് ന്യായമോ? ഇവിടെ കൃത്യമായി സമ്മേളനം നടത്തുന്ന ഒരു പാർട്ടിയാണ്. 3 വർഷത്തിലൊരിക്കൽ അത് ചർച്ചകൾ നടത്തി വിമർശനവും സ്വയം വിമർശനവും നടത്തുന്ന ഒരു പാർട്ടിയാണ്. ആ സമ്മേളനം എങ്ങനെയാണ് നടത്തുന്നത്, ആ സമ്മേളനത്തിന്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ ഡോക്ടർ ജയരാജ് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളാണ് ഇന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത്. ഒരു ലിസ്റ്റ് കൊടുക്കുന്നു, ആ ലിസ്റ്റിൽ മൊത്തം കള്ളന്മാർ, കൊള്ളക്കാർ, പീഡന വീരന്മാർ, കഞ്ചാവ് കടത്തുകാർ, ഇവരൊക്കെയാണ് സാർ പാർട്ടിയെ നയിക്കുന്ന ഇവരൊക്കെയാണ്. എന്റെ വാർഡില് ഞാനൊക്കെ ആദ്യമായിട്ട് ഇറങ്ങി ഇലക്ഷന് വർക്ക് ചെയ്യുന്ന മത്സരത്തില് അവിടുത്തെ നല്ലൊരു യുവ നേതാവിനെ വിശേഷിപ്പിച്ചത്, ഒരു വിഭാഗം പാർട്ടിക്കാർ വിശേഷിപ്പിച്ചത് ഗുണ്ടാ തലവൻ എന്നാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. യാതൊരു ഗുണ്ടാ പരിപാടിയും ചെയ്തിട്ടില്ലാത്ത വളരെ സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനെ അവരടിച്ചിറക്കിയത് കോൺഗ്രസ്സുകാരായിരുന്നു. അതിന്റെ പിന്നിൽ നിന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി അടിച്ചിറക്കിയ പ്രൊപ്പഗണ്ട ഇയാൾ ഗുണ്ടാ തലവൻ എന്നായിരുന്നു. ഗുണ്ടാ തലവൻ എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചിറക്കിയ സ്ഥലമാണ്. അങ്ങനെ പരസ്പരം മുതലെടുക്കാനായിട്ട് ഘടകകക്ഷികളടക്കം അങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് വാസ്തവം. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ സംഭവിക്കാമെങ്കിൽ ഒരു ലോക്കൽ സമ്മേളനത്തിൽ അങ്ങനെ നടക്കുന്നതിനകത്ത് വലിയ അതിശയോക്തിയൊന്നുമില്ല. പിന്നെ കുലശേഖരത്തിന്റെ കാര്യം, അത് കേരളത്തിലെ മുഴുവൻ സംഭവങ്ങളായി ടിക്കറ്റ് ചെയ്യണമെന്ന കാര്യമൊന്നുമില്ല. കുലശേഖരത്തിൽ വിഷയങ്ങളുണ്ടായിരുന്നു, അവിടെ ഗോവിന്ദമാഷ് പങ്കെടുത്തു, സമാധാനിപ്പിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തതിന് ശേഷമാണ് പിന്നീട് ഒരു വിഭാഗം വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അവർക്ക് എന്ത് നേരിടണം, എന്ത് അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നൊക്കെ പാർട്ടി തീരുമാനിക്കും. കാര്യം ഇങ്ങനെ പരസ്യമായി ഇറങ്ങി റോഡിലിറങ്ങി പ്രതിഷേധിക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പ് ഇതുപോലെ നടന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു പറ്റം ചെറുപ്പക്കാരെ കുരുതി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ സ്ത്രീകളെ അടക്കം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിനെ പ്രതിഷേധിക്കാം കുലശേഖരത്തുകാർക്ക് അല്ലേ, സ്ഥാനങ്ങളിൽ ഇരിക്കുകയും ചെയ്യും. അല്ല, അതിന് പ്രതിഷേധിക്കാൻ വേദികളുണ്ട്, ചർച്ച ചെയ്യാൻ വേദികളുണ്ട്, പരാതിപ്പെടാൻ വേദികളുണ്ട്. ഡോക്ടർ ജയരാജ് ഈ സംവാദത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ ഈ പ്രതിഷേധം ആ ദൃശ്യങ്ങൾ അവതരിപ്പിച്ചിരുന്നല്ലോ. അതിൽ ആ സ്ത്രീ പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ? അതായത് ഇത് വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. ഇതിൽ എല്ലാ തട്ടിലും, അതായത് താഴെത്തട്ട് തൊട്ട് സംസ്ഥാന തലം വരെ അവർ പരാതികൾ കൊടുത്തിട്ടുണ്ട്, നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. എന്നിട്ടും പരിഹാരം ഉണ്ടാവാത്തത് കൊണ്ടാണല്ലോ, ഗതികേട് കൊണ്ടാണല്ലോ അവർക്ക് പുറത്തിറങ്ങേണ്ടി വന്നത്. അവർ പറയുന്നത് എന്താ? പാർട്ടി ഈ രീതിയിൽ പിഴച്ചു പോവരുത്, പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല, അതുകൊണ്ട് ഈ പാർട്ടിയെ സംരക്ഷിക്കണം, ഞങ്ങൾ പിടിക്കുന്നതും ചുവന്ന കൊടിയാണ്, ആ ചുവന്ന കൊടി മാത്രമേ ഞങ്ങൾ പിടിക്കുള്ളൂ, കാരണം അവർ പാർട്ടിയിൽ നിന്നൊന്നും പുറത്തു പോവില്ല എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ പാർട്ടിയെ സ്നേഹിക്കുന്നവരെ ഉൾക്കൊള്ളാൻ പാർട്ടി നേതൃത്വത്തിനാവുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അവർക്ക് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുക, അവരുടെ വികാരം പൊതുസമൂഹത്തെ അറിയിക്കാൻ മാധ്യമങ്ങളെ അവർ പ്രയോജനപ്പെടുത്തി. അതിലെന്താണ് തെറ്റ്? മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തണ്ടല്ലോ. ഇതിനകത്ത് പാർട്ടിക്കകത്ത് ഒരു സംവിധാനം ഉണ്ടല്ലോ. ആ പാർട്ടിക്കകത്ത് ഇത് പരിഹരിക്കാവുന്ന വിഷയമല്ലേ ഉള്ളൂ. ഇത് തെരുവിലിറക്കണമെന്ന കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസിന്റെ കണക്കോലെ ശോഭന ജോർജൊക്കെ വേദിയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നിന്നുകൊണ്ട് വസ്ത്രം അഴിഞ്ഞു വരെ കാണിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ കുറിച്ച് എനിക്കറിയാം. ശോഭന ജോർജ് പലതവണ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവിടെ തൂക്കാൻ വരുന്ന സ്ത്രീകളെ കെട്ടി ചാക്കിനകത്താക്കി ശവം കൊണ്ടുവന്ന് കുളത്തിൽ തള്ളിയിട്ടുണ്ട് KPCC ഓഫീസിൽ നിന്ന്. ഇതാണ് സ്ത്രീകളോടുള്ള സമീപനം. പിന്നെ ഒരുപാട് സ്ത്രീപീഡനങ്ങളുടെ കഥ പറയുകയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരാരും മോശക്കാരൊന്നുമല്ല. ഞാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നുമല്ല. ഓരോരുത്തരെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ എല്ലാ പാർട്ടികളിലും ഇത്തരത്തിലുള്ള ഈ പറയുന്ന എന്താണ് അതിന് പറയുന്നത്, അവരെ നമുക്ക് പറയുന്ന സോഷ്യൽ പാരസൈറ്റ്സ് ഉണ്ട്. അവർ ഏത് മാർഗത്തിലൂടെയും അവരുടെ മാർഗം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. ആ ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇത്രയും സമ്മേളനങ്ങൾ നടന്നു, വേറെ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായില്ല. കുലശേഖരത്തിന്റെ കഴിഞ്ഞ 6 സമ്മേളന കാലയളവരുടെ ചരിത്രം മാത്രം എടുത്തു നോക്കിയാൽ മതി. എല്ലാ സമ്മേളനങ്ങളിലും അവിടെ പ്രശ്നമാണെന്നേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓച്ചിറ അടുത്ത് കിടക്കുന്നുണ്ട്, ഓച്ചിറ കളിയിലാണ് അവിടുത്തെ ആളുകൾക്ക് താല്പര്യമെന്ന്. ആ ഓച്ചിറ കളിയുടെ ഒരു ഭാഗമാണ് ഇന്ന് മാധ്യമത്തിന് മുമ്പിൽ കണ്ടത്. ഓക്കെ, കുലശേഖരത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഇന്ന് കരുനാഗപ്പള്ളിയിൽ കണ്ടത് എന്നാണ് ഇടത് സഹയാത്രികൻ ഡോക്ടർ B ജയരാജ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പാണ്ഡ്യാല ഷാജി നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തടസ്സപ്പെട്ടത്. അത് തുടരാം. നോക്കൂ,
ഡോക്ടർ ജയരാജ് പറഞ്ഞതിൽ നിന്ന് ഒറ്റ കാര്യം, ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. പിണറായി പറയുന്നത് അത് തന്നെയാണ്. അതുപോലെ ഇപ്പോൾ ഡോക്ടർ ജയരാജും പറയുന്നു ഇത് അവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേക സ്വഭാവം അല്ലെങ്കിൽ സവിശേഷതയാണ്, പാർട്ടിയുടെ സവിശേഷതയാണ് എന്നാണ് പറയുന്നത്. അല്ല, പിന്നെ അദ്ദേഹം പറഞ്ഞ സംഭവത്തിനോടൊന്നും ഞാനൊരു സംഭവം പരാമർശിക്കുന്നു പോലും. അത് പരാമർശിക്കപ്പെടുകയോ പരിഗണനാർഹമായ വിഷയങ്ങളും അല്ല. കാരണം കാലം വെളുത്ത് ഒരു വിവരവും അറിയാത്തൊരു പ്രൊഫസറാണത്. കാലം വെളുത്ത് ഒരു വിവരവും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഇപ്പോഴും ഏതോ ലോകത്തിരുന്നുകൊണ്ട് എന്തിനാമോ ഇതേപോലെ ഇങ്ങനെ ക്ഷീരവല ആവർത്തനം 101 പറഞ്ഞ പോലെ അങ്ങ് പറയുകയാണ്. തിരിച്ചറിയേണ്ടതൊരു വിഷയം ഈ പാർട്ടിക്കകത്ത് പരസ്യമായിട്ട് ഇങ്ങനെ ഇപ്പോഴല്ല ഇത് വന്നത്. ഇതിനേക്കാൾ ഗംഭീരമായി വന്നിരിക്കുന്ന സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നെ മിസ്റ്റർ ജയരാജന് അറിയാവുന്ന എനിക്കറിയില്ല. സഖാ പുത്തനത്തുകാരാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കുന്ന സഖാ പുത്തനത്തുകാരാണ്. പെരുവഴിയിൽ തടഞ്ഞിരിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. അറിയാമോ നിങ്ങൾക്ക്? ആ തടഞ്ഞ സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് അറിയാമോ? അത് പെരളശ്ശേരിയിലെ 3 വരിക എന്ന് പറയുന്ന AKGയുടെ വീട്ടിനടുത്താണ് തടഞ്ഞത്. അറിയാമോ നിങ്ങൾക്ക്? ഒരു വക ചരിത്രബോധം ഒന്നുമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന പാർട്ടി റിപ്പോർട്ടിംഗ് പറയാനല്ല ഒരു ഡിബേറ്റിനകത്ത് പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണെന്നറിയോ? നിങ്ങളെ ഈ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളും ആധികാരികമായി ശരിയാണെന്ന് സ്ഥിരീകരിക്കുകയാണ്. നിങ്ങൾക്ക് ആരാണ് അതിന് അവകാശം തന്നിട്ടുള്ളത്? ഈ രാജസ്ഥാനത്തിരിക്കുന്ന സ്ത്രീകൾ അവർ വിഡ്ഢികളാണോ? ആരെങ്കിലും പപ്പറ്റാണോ അവർ നാളെ പാർട്ടിയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നല്ല, ബലി കൊടുക്കാൻ തീരുമാനിച്ചിറങ്ങുന്നവരാണ് അവരാണ് പോരാളികൾ എന്ന് പറയുന്നത്. അതിന്റെ സങ്കടവും വേദനയും എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവുകയുമില്ല. ബിക്കോസ് യു ആർ നോട്ട് എ ഫൈറ്റർ. നിങ്ങൾ ഫൈറ്റർ അല്ല, നിങ്ങളുടെ പാർട്ടിക്കാരനുമല്ല. ശരിക്ക് നിങ്ങളുടെ പാർട്ടി നിൽക്കുന്ന എന്താണെന്നറിയോ? നിങ്ങളുടെ എല്ലാവിധ പ്രൊഫഷണൽ സംഭവവും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്ന എന്തെങ്കിലും വലിയ ഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. അത് നിങ്ങളെ മോഹിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പാർട്ടിക്കകത്ത് ഒരു കേഡർ നിൽക്കുന്ന അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുമ്പോൾ വൈകാരികമായിട്ട് ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കേരള ചെട്ടസ്ക്യൂ ആണ് ഈ മനുഷ്യൻ. കേരള ചെട്ടസ്ക്യൂ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കൾ. ഞാൻ പറയട്ടെ, പ്രാക്കുളം ഈ പറയുന്ന പ്രാക്കുളത്തെ ലോക്കൽ കമ്മിറ്റിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്തായിരുന്നു മിസ്റ്റർ ജയരാജ്? ആ ലോക്കൽ കമ്മിറ്റികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താണ്? മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മരുമകനും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായി നടന്നിരിക്കുന്ന അടിക്ക് സമാനമായ സംഭവം നടന്നില്ലേ ആ ലോക്കൽ കമ്മിറ്റിക്കകത്ത്? ബേബിയുടെ സ്വന്തം ലോക്കൽ കമ്മിറ്റിക്കകത്ത് നടന്നില്ലേ? നിങ്ങളിത് ലോകാര്യമൊന്നും അറിയില്ല എന്നാണ് നിങ്ങൾ. 10 ലോക്കൽ സമ്മേളനങ്ങൾക്കകത്ത് 6 എണ്ണത്തിന് അടിയാണ് നടന്നത്. അവിടെ 6 അടിയാണത്. ഞാൻ നേരത്തെ ഉന്നയിച്ചൊരു വിഷയം ഉണ്ടല്ലോ, ഈ പറയുന്ന കരുനാഗപ്പള്ളിയിലെ ബാറിന്റെ വിഷയം. നിങ്ങൾക്കത് അറിയില്ലേ? കൊല്ലം ടൗണിനകത്തെ ബാറിന്റെ വിഷയം നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് ആര്യങ്കാവ് തെന്മല ഭാഗത്ത് വരാവുന്ന സ്പിരിറ്റ് ലോബിയെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കൊന്നും അറിയില്ല എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾക്ക് കൊല്ലം ജില്ലയിലെ പാർട്ടിയെ കുറിച്ച് ഒരു മണ്ണാങ്കട്ട നിങ്ങൾക്കറിയില്ല എന്നാണ് അർത്ഥം. ഒരു മണ്ണാങ്കട്ട നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ഇവിടെ തിരിച്ചറിയേണ്ട വിഷയം എന്താ അറിയോ? ഇവരെല്ലാവരും തന്നെ ആർഭാടപൂർണവും അതിന്റെ ഭാഗമായി വരാവുന്ന ആഭിചാരങ്ങളും ചെയ്യുമ്പോൾ, ഈ ആഭിചാരങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഞാൻ ഈ പ്രൊഫസറോട് ഞാൻ ഒരു ചെറിയ നിർദ്ദേശങ്ങളോട് ഞാൻ വെക്കുകയാണ്. ഞാൻ കുറച്ചു മുൻപ് ഒരു ചെറിയൊരു ആത്മകഥ SP കാട്ടെ അധികാരി ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പുറത്തിറക്കി വളരെ ചെറിയ ഒരു പാംലെറ്റ് പോലത്തുണ്ടാക്കുന്ന ഒരു ജീവരേഖയുണ്ട്. AB ബർദാന്റെ ജീവരേഖയാണത്. ആ AB ബർദാന്റെ ജീവരേഖക്കകത്ത് അവർ എഴുതി വെച്ചിട്ട് സംഭവം എന്താ പറയുക? മരിക്കുമ്പോൾ അയാളുടെ ഉച്ചത്ത് എന്താണെന്നറിയോ നിങ്ങൾ? അദ്ദേഹം ധരിക്കാറുണ്ട്, പുറത്തു പോകുമ്പോൾ ധരിക്കാറുണ്ടായിരിക്കുന്ന ഒരു കോട്ട്, ഒരു പാൻറ്, ഒരു ബാഗ്. ഇതാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്ന് ഇതാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. CPM-ന്റെ മുൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ, മുഖ്യമന്ത്രിയാക്കി നിർബന്ധ ചക്രവർത്തി മരിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം? ഇട്ട ഷർട്ടും മുണ്ടും മാത്രമേ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ പാർട്ടിയുടെ നേതാക്കന്മാരാക്കുന്ന കൊല്ലം ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ ഓരോ ആളെ എടുത്തു നോക്ക്. ഓരോ ആളെ നിങ്ങൾ എടുത്തോ. ആടെ നിങ്ങളെ സഖാവ് NS കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന NS, ലോറി ഇടിച്ചിട്ട് കൊല്ലപ്പെട്ടിരിക്കുന്ന NS സഖാവ് PK ഗുരുദാസൻ ജീവിച്ചിരിക്കുന്നത് ഇപ്പോഴും. അതിനുശേഷം എണ്ണം പറഞ്ഞിരിക്കുന്ന ഒരു ജില്ലാ സെക്രട്ടറി നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? കൊണ്ടുവന്നിട്ടുണ്ടോ? അവിടെ നിങ്ങൾ എന്നോടാണോ പറയുന്നത്? നിലവിലുള്ള ജില്ലാ സെക്രട്ടറിക്ക് അത് ഏറ്റവും ഗൗരവമായിരിക്കുന്ന ആരോ ഉന്നയിച്ചത്? അതും ഒരു എൻജോയ് യൂണിയനകത്ത് വിട്ടിരിക്കുന്ന സ്ത്രീ അല്ലേ? ഒരു ട്രാൻസ്ഫർ ആയിക്കൊടുത്തതിന്റെ പിന്നെ അവരെ ശല്യം ചെയ്തതിന്റെ പോലെ ഏറിയ കമ്പനി കൊടുക്കുന്ന പരാതിയുടെ കോപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. പക്ഷേ ലോകത്തോട് ഉണവിളിച്ചു പറയരുത്. എന്നും പറയരുത്. ലോകത്തോട് വിളിച്ചു പറയരുത്. എന്തോ പറയുന്നത്? ഏത് ജില്ലാ നാവിലുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരുപടി പരാതികൾ വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾക്ക് ഉന്നയിച്ചു എന്ന് ഈ സ്ത്രീകൾ പറയുന്ന സംഭവമാണ്. ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പരാതികൾ ഒരിക്കലും തന്നെ ഉണ്ടായിട്ടാണെന്നറിയോ? അതിനകത്ത് ഒരിക്കലും തന്നെ മാന്യമായിരിക്കുന്ന ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഈ
ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ അനങ്ങിയിട്ടില്ലല്ലോ. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ അനങ്ങിയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. ഒരാൾക്ക് പറയാൻ അതായത് നിങ്ങൾ ഇത്രയും ആന്റി ഡെമോക്രാറ്റിക് ആവില്ല, ഇത്രയും ആന്റി ഡെമോക്രാറ്റിക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുമാകുന്നത്? നിങ്ങളെ പാർട്ടിക്കകത്ത് കുഴപ്പമില്ലാന്ന് സ്ഥാപിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. കുഴപ്പമുണ്ട് എന്ന് സമർത്ഥിക്കലല്ല എന്റെ പണി. ഞാൻ പറഞ്ഞത് പാർട്ടി ഇത്രമാത്രം അസംബന്ധമായ രീതിയിലേക്ക് വ്യതിചലിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞേ പിന്നെ CPIM, പിന്നെ സേഫ് ഫോറം ഗ്രൂപ്പ്, പിന്നെ MU എന്നല്ലേ? ആ MU എന്ന് പറഞ്ഞ പാർട്ടി ഏതായാലും യുണൈറ്റഡിന്റെ പാർട്ടി ഏതാണ്? ഏതാ പാർട്ടി അത്? ആ പാർട്ടി എന്ന് പറഞ്ഞത് പിന്നെ VB ചെറിയാനുണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയാണത്. നിങ്ങൾക്ക് അതിന് കിലോമീറ്റർ ദൂരത്തോളം നടക്കാനുള്ള ഭൗതികമായി സംഭാവന കേട്ടോ കേട്ടോ. ചുമ്മാ എന്തെങ്കിലും വിളിച്ചു പറയാനാണ് ഇതിനകത്ത് കയറിയിട്ട്. VB ചെറിയാനോ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി, മുൻ പാർട്ടി സെക്രട്ടറി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഏതോ ഒരു ചൊറിയാൻ വിളിച്ചതാ, ഏതോ ഒരു ചൊറിയാൻ. VB ചെറിയാൻ ന്യൂക്ലിയർ ഫിസിക്സിൽ റിസർച്ച് നടത്തുമ്പോൾ എന്നറിയാം അതിന്റെ കിലോമീറ്റർ ദൂരത്താണ്. അതിന്റെ ഒരു പാരഗ്രാഫ് പോലും വായിച്ചാൽ മനസ്സിലാവില്ല സാർ. ഇപ്പോഴും നിങ്ങളുടെ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർക്ക് മനസ്സിലാവില്ല. ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് മനസ്സിലാവോ? അത് മനസ്സിലാവോ? ആളുകൾ സമനില തെറ്റിക്കാൻ വിധത്തിൽ പ്രകോപിതനാകുന്ന രീതിയിൽ സംസാരിപ്പിക്കുന്നതുകൊണ്ട് വിയോജിക്കാൻ നിങ്ങൾക്ക് എതിർക്കാം, അത് വേറെ വിഷയമാണ്. പക്ഷേ പാർട്ടിക്കകത്ത് കലാപം ചെയ്ത് പുറത്തു വരിക്കുന്നവർ മുഴുവൻ തന്നെ അധമന്മാരും മോശക്കാരുമാണ് ചിത്രീകരിക്കുന്ന ഇടപാടുണ്ടല്ലോ. ആ ഇടപാടെന്നറിയോ? ഒരു ബ്യൂറോക്രാറ്റിന്റെ ലക്ഷണമാണത്. ഈ ബ്യൂറോക്രാറ്റുകളും പാർട്ടിക്കാരും ചേർന്നുണ്ടാക്കിയ പുതിയ വർഗമാണ് ബിലോ അഞ്ചിലാസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂഗോസ്ലാവിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബിലോ അഞ്ചിലാസിക്കുന്ന ന്യൂ ക്ലാസ്. ഈ ന്യൂ ക്ലാസ് ആണ് ഈ കേരളത്തിലെ പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ചത്. ആ നശിപ്പിച്ചതിന് അമരക്കാരനാണ്. അമരക്കാരൻ കേരള റെസ്ക്യൂ ആയിരിക്കുന്ന നിങ്ങളുടെ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. ഇതാണ് എന്റെ പോയിന്റ്. കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. കൗണ്ടർ ചെയ്യും. ചുമ്മാ എന്തെങ്കിലും പിടിച്ചു പറയാനാണ് ഇവര്. ശ്രീകുമാർ സാർ, അമ്പുകൊള്ളാത്ത നേതാക്കന്മാരില്ല. പാണ്ഡ്യാല ഷാജി ഞാൻ വരാം ഒരു നിമിഷം. ശ്രീകുമാർ സാർ പറഞ്ഞോ. യെസ്, ഒരു മിനിറ്റ്. ഇതിൽ മറ്റൊരു ഉദാഹരണം CPIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സഖാവ് പന്ന്യൻ എന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി സെൻട്രൽ കമ്മിറ്റിയിൽ സെൻട്രൽ സെക്രട്ടറി നിൽക്കുന്ന കാലമാണ്. പന്ന്യൻ ഒരാളൊരു വാച്ച് കൊടുത്തു, ഒരു ഗൗരവമുള്ളൊരു വാച്ച് കൊടുത്തു. ഈ വാച്ച് കെട്ടിയിട്ട് നടക്കുമ്പോൾ സഖാവ് വെളിയം ഈ സംഭവം കണ്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അത്യാവശ്യം പാർട്ടി CPIയുടെ സഖാക്കളുണ്ട്, മറ്റാർക്കും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞാൽ പിന്നെ പാർട്ടി ഓഫീസിലേക്ക് പിന്നെ വെളിയെ പോയി. കുറെ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും പിന്നെ പന്ന്യൻ ചെന്നു കഴിഞ്ഞാൽ അവിടെ മുറിയിലാണ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ വെളിയം പന്ന്യനെ വിളിച്ചു. പന്ന്യനല്ല വിളിക്കുന്നത്, വെളിയം എങ്ങനെ വിളിക്കാം? പേര് വിളിക്കാം. രവി ഒന്നിങ്ങോട്ട് വരണമെന്നോ. പന്ന്യൻ രവിയായിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വെളിയത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. വെളിയം പറഞ്ഞത് എന്താണെന്നറിയോ? ഈ വാച്ച് ഗംഭീരമായ വാച്ചാണ്, അത് കാശ് കൊടുത്ത് വാങ്ങാനുള്ള പൈസ ഒന്നും തൻ്റെ കയ്യിലില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും ഗൗരവമുള്ള ഒരു വാച്ച് നിങ്ങൾ കിട്ടുമ്പോഴോ പാർട്ടി സഖാക്കൾ എന്ത് കരുതുമെന്ന് ഒന്ന് അന്വേഷിക്കണം, ഒന്ന് ആലോചിക്കണം. ഇത്രേ പറഞ്ഞുള്ളൂ. പന്ന്യൻ ഇന്നും വാച്ച് കെട്ടിയിട്ടില്ല. മിസ്റ്റർ ജയരാജ് ഇന്നും വാച്ച് കെട്ടിയിട്ടില്ല. അറിയോ? ഒരു കേഡർ അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു കേഡറെ അനാസക്തനാക്കുന്നത് എങ്ങനെയാണ്? ഒരു കേഡറെ ഫൈറ്റർ ആക്കുന്നത് എങ്ങനെയാണ്? ഒരു കേഡറെ ധാർമ്മിക ബോധത്തെ ഉയർത്തുന്നത് എങ്ങനെയാണ്? ഇതാണ് അടിസ്ഥാനപരമായ വിഷയം. ഇതാണ് അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം. ഇത് മനസ്സിലാവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? മനസ്സിലാവണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഹൃദയത്തിൽ നെഞ്ചിൽ തൊട്ടണം, ധാർമ്മികതയിൽ തൊടണം. ഈ ധാർമ്മികതയെ തൊടാൻ കഴിയാതെ ഒന്നുമല്ല. നമുക്കെന്താണ്? നമുക്ക് വേറെ കാട്ടിലെ മരം തേവരുടെയാണ് വലിയടാ വലി. ഈ വലിയടാ വലി എന്ന് പറയുമ്പോഴാണ് ഈ കണ്ണൂർ ജില്ലയിലെ KBT 4757 CPIന്റെ ജില്ലാ കമ്മിറ്റിയുടെ കാറാണ്. ആ കാറിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി RSS കാർ ഒരു തവണ കയറിയതാണ്. പിന്നീട് മരിക്കുന്ന ഈ പറയുന്ന ഘട്ടം വരെ ആൾ ഇറങ്ങിയിട്ടില്ല. അപ്പൊ എന്തായി? അപ്പൊ പാർട്ടിയുടെ സംരക്ഷണമായിരുന്നു. പിന്നീടെന്തായി? ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണം. ഇനി നാളെ അയാൾക്ക് എന്ത് വേണം? ഇന്ത്യൻ പ്രധാനമന്ത്രി സെറ്റ് കാറ്റഗറിയുടെ അമിത്ഷാ സെറ്റ് കാറ്റഗറിയിലേക്ക് വിടുന്ന ഒരവസ്ഥ അയാൾ ഇതിന്റെ പേരിൽ അയാൾ ഉണ്ടാക്കാൻ പോവുകയാണ്. മിസ്റ്റർ ജയരാജ് ഇതിന്റെ പേരെ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് എഴുതി കൊടുക്കാവുന്ന ആരുണ്ടാവുന്ന DGPമാരും ഈ കേരളത്തിൽ ഉണ്ടായിരിക്കും. അത് വേണം ഇയാൾക്ക്. ഇല്ലെങ്കിൽ കേരളത്തിലെ തെരുവോരത്ത് വെച്ച് ഇയാൾ ആക്രമിക്കപ്പെടുമെന്ന് ആരെഴുതും പുറത്തു പറയില്ല. പകരം അത് ഇന്റലിജൻസിന് റിപ്പോർട്ടാക്കി വ്യാഖ്യാനിക്കുകയും ഇതിനേക്കാൾ ആർഭാടപൂർണ്ണമായി യാത്ര ചെയ്യുകയും ചെയ്യും. അപ്പോഴും നിങ്ങൾ പറയണം ഇത് എവിടുത്തെ പ്രതിഭാസമാണ്, ഇത് ഓച്ചിറയിലെ പ്രതിഭാസമാണെന്ന് പറയണം. ഇത് ഓച്ചിറയിലെ പ്രതിഭാസമല്ല.
ഇത് പാർട്ടി മുടിഞ്ഞ് അതിന്റെ ആത്മനാശത്തിലേക്കുള്ള യാത്രയിൽ, അതിന്റെ ആത്മീയ യാത്രയിലേക്ക് നാശത്തിന്റെ യാത്രയും കൊണ്ടാകുന്ന സ്വാഭാവികമായ തവിട് ഒടിയലാവലാണ്. ഈ തവിട് ഒടിയുണ്ടാക്കുന്ന യാത്രയുടെ ആരംഭം കുറിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ചേട്ടസ്ക്യൂവിന്റെ ഭാര്യയും എവിടെയാണുള്ളത് എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ജനം തൂക്കി എറിഞ്ഞതാണ്. ഈ എറിഞ്ഞവരെ കടലിൽ എറിഞ്ഞിട്ട് ആ 2 ബോഡിയും ഇന്നേ വരെ കരതൊട്ടിട്ടില്ല. മിസ്റ്റർ ജയരാജ്, ഇന്നേ വരെ കരതൊട്ടിട്ടില്ല. അതുകൊണ്ട് കാലവും ചരിത്രവും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഓച്ചിറയിലെ പ്രതിഭാസമല്ലേ ഇത്? 14 ജില്ലകളിലെയും ഈ പാർട്ടിയെ പിടിച്ചു കുലുക്കും ഈ സാധനം. നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെച്ചോളുകൾ. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ഇത് മാത്രമാണ് ഇപ്പോൾ പ്രാഥമികമായ റൗണ്ടിൽ മിസ്റ്റർ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്. എൻ ശ്രീകുമാർ, കലുഷിതമാകാത്ത ബ്രാഞ്ച് സമ്മേളനങ്ങളോ ലോക്കൽ സമ്മേളനങ്ങളോ ഇല്ല. ഇപ്പോൾ ജയരാജ് പറഞ്ഞ പോലെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റില്ല. മാത്രമല്ല, നേരത്തെ പണ്ഡ്യാല ഷാജി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ താഴെത്തട്ടിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയെ രൂക്ഷമായി വിമർശിക്കുന്നു, നേതൃത്വത്തെ രൂക്ഷമായി വിമർശിക്കുന്നു. പാർട്ടിയുടെ അപജയത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നു അല്ലേ? പൊതുവിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളുടെയും ലോക്കൽ സമ്മേളനങ്ങളുടെയും സ്വഭാവം അങ്ങനെ തന്നെയല്ലേ? നോക്കൂ അനിൽ നമ്പ്യാർ, CPM കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 8 വർഷമായിട്ട് സംസ്ഥാനത്ത് രൂപവൽക്കരിക്കുന്ന നയം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവര് പ്രവർത്തകരോട് പറഞ്ഞതും ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ സമ്മേളനങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നതുമായ കാര്യങ്ങളല്ല ഇപ്പോൾ അവർ നടപ്പാക്കുന്നത്. ഏറ്റവും അവസാനം നമ്മൾ പാലക്കാട് തന്നെ എടുക്കാം. പാലക്കാട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പാർട്ടിയുടെ മന്ത്രിയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും പുതിയതായി വന്ന സ്ഥാനാർത്ഥിയും ഒക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമ്മൾ കണ്ടു. അവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒന്നും അല്ലാതായി. ഒന്നുമല്ലായ ഘട്ടത്തിൽ പാവപ്പെട്ട പ്രവർത്തകരും അതുപോലെ താഴെത്തട്ടിലുള്ളവരും ചിന്തിക്കുന്നത് ഇത്രയും കാലം പാർട്ടി പഠിപ്പിച്ചതൊന്നും അല്ലല്ലോ ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് എന്നതാണ്. അതിന്റെ ഒരു പ്രതികരണമാണിത്. ശ്രീ ജയരാജ് പറഞ്ഞത് കരുനാഗപ്പള്ളിയിലത്തെ ലോക്കൽ എന്നാ പറഞ്ഞത്. 5 or 6 ബ്രാഞ്ച് ചേരുന്നതാണ് ലോക്കൽ എന്ന് അദ്ദേഹം പറഞ്ഞു. 5 or 6 ബ്രാഞ്ച് ചേരുന്നതാണ് ലോക്കല്, കുറെ ലോക്കൽ ചേരുന്നതാണ് ഏരിയ, കുറെ ഏരിയ ചെല്ലുന്നതാണ് ജില്ലാ സമ്മേളനമൊക്കെ എല്ലാവർക്കും അറിയാം. പാലക്കാട്ട് കരുനാഗപ്പള്ളി മാത്രമല്ലല്ലോ, കുട്ടനാട് എന്ത് സംഭവിച്ചു? കായംകുളത്തെ സഖാക്കളെന്നെ കാലുവാരുമെന്ന് പ്രസംഗിച്ചത് മന്ത്രിയായിരുന്ന G. സുധാകരനല്ലേ? അത് കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം, നമ്മളുടെ പാലക്കാട്ട് കൊഴിഞ്ഞമ്പാറ വരാം. കൊഴിഞ്ഞമ്പാറയിൽ പാർട്ടി പ്രവർത്തകർ ബദൽ സമ്മേളനം നടത്തിയില്ലേ? CPMന്റെ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യത്തെ വിമത ബദൽ സമ്മേളനമായിരിക്കും ഏരിയ തലത്തിൽ നടന്നത് കൊഴിഞ്ഞമ്പാറയില്. 2 ആഴ്ച മുമ്പല്ലേ നടന്നത്? അതിന്റെ പ്രതികരണം കണ്ടത് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിലല്ലേ? 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തേക്ക് CPMന് കയറാൻ അവിടെ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വോട്ട് ചെയ്യാതിരുന്നതുകൊണ്ടല്ലേ? അപ്പോൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ശബ്ദിക്കുമ്പോൾ ആ ശബ്ദത്തെ കാണാതിരിക്കാൻ കഴിയില്ല. ഇവിടെ കോൺഗ്രസിന്റെ ഒരു അജണ്ടയാണോ ഇതിന്റെ പിന്നിലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായിട്ട് ഇതിനിടയ്ക്ക് ഞാൻ കേട്ടു. നമുക്ക് കോൺഗ്രസിൽ ഇതിന് അജണ്ട ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയിലത്തെ പ്രവർത്തകരും നേതാക്കളും അത് ഓരോ കാലത്ത് എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് എന്താണ് ഒരു ഏകോപിത സ്വഭാവം ഇല്ലാതെ പോയത്? അതിന്റെ ഒരു പ്രതിഫലനമല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം, കോൺഗ്രസിൽ നിന്നും ഒരാൾ രാത്രി രാജിവെച്ച് പോകുന്നു. അദ്ദേഹം പറഞ്ഞു എനിക്കൊരു MLA ആകാൻ ആഗ്രഹമുണ്ടെന്ന്. പാർട്ടി അദ്ദേഹത്തെ MLA ആക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള പ്രവർത്തകർ ചോദിച്ചു, ഒരാളുടെ MLA ആകാനുള്ള ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കാനുള്ള വെള്ളം കോരികളും വിറകുവെട്ടികളുമാണോ ഞങ്ങൾ എന്ന് ചോദിച്ചു. അതിന്റെ ഒരു പ്രതിഫലനമാണ് അവിടുത്തെ നഗരസഭ കൗൺസിലറായിരുന്ന അബ്ദുൾ ഷുക്കൂർ പാർട്ടിക്കെതിരെ പറഞ്ഞത്. അദ്ദേഹത്തെ പിന്നെ പാർട്ടി തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ള വേറെ കാര്യം. പക്ഷെ അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. പാർട്ടി അവിടെ നഗരസഭ പരിസരത്ത് പോലും പരാജയപ്പെട്ടു. അവിടെ എന്തുകൊണ്ടാണ് 850 വോട്ട് കൂടിയെന്നാ പറയുന്നത് ഗോവിന്ദ മാഷ്? 850 വോട്ടാണോ കേരളത്തിലെ CPMന് കൂടേണ്ടത്? അവിടെ 4000 വോട്ട് അപ്പുറത്ത് കോൺഗ്രസിന് കൂടിയില്ലേ? ഇനി മറ്റൊരു കാര്യം, ഒരു BJP നേതാവ് കോൺഗ്രസ് ആ പാർട്ടി വിടാൻ തീരുമാനിക്കുന്നു, സന്ദീപ് വാര്യർ. അതേ പാർട്ടി വിടാൻ തീരുമാനിച്ചപ്പോഴേക്കും അതുവരെ അദ്ദേഹത്തെ കുറിച്ച് എതിരഭിപ്രായം പറഞ്ഞിരുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ പറയുകയാണ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന്.
ആ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ വന്നപ്പോൾ നേരെ തിരിച്ചു പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പ്രവർത്തകർ കാണുകയാണ്. അപ്പൊ അവരെന്താ പറയുന്നത്? ഈ പാർട്ടിക്ക് ഒരു നയമില്ല, ഈ പാർട്ടിക്ക് ഒരു അജണ്ടയില്ല. ഞങ്ങളെ ഈ പാർട്ടി നേതാക്കൾ വന്ന് ക്ലാസ് എടുക്കുന്നത് വെറുതെയാണ്. കാരണം അവർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതല്ല, അവർ പ്രായോഗിക രാഷ്ട്രീയമായിട്ട് കാണുന്നത്. ആരാണോ കോൺഗ്രസിൽ നിന്നും ആരാണോ BJP-യിൽ നിന്നും CPM-ലേക്ക് പോകുന്നത് അവർക്ക് മാത്രം സ്ഥാനം കൊടുക്കുകയാണ്. അവരുടെ മുമ്പിൽ കാണുകയല്ലേ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ് ഇപ്പം? കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ CPM പ്രവർത്തകർ ചിന്തിക്കില്ലേ ഞങ്ങൾ എന്തിനാണ് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന്? പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ അല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് അനന്തഗോപനെ ഒരിക്കൽ നിയമിച്ചത്? പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകും എന്ന് ഏതെങ്കിലും കാലത്ത് പാർട്ടി പറഞ്ഞിരുന്നോ? അന്ന് പാർട്ടി എന്താണ് പറഞ്ഞത്? പാർട്ടിക്ക് ഈശ്വരവിശ്വാസമാകാം, ഇല്ലാത്തവരും ഉണ്ടാകാം, പക്ഷേ പാർട്ടി മെമ്പർ ആയാൽ അന്ധവിശ്വാസമോ അനാചാരമോ പാടില്ല. മാത്രമല്ല വിശ്വാസത്തെ അവർ അങ്ങനെ മാനിച്ചിരുന്നുമില്ല. അങ്ങനെയുള്ള പാർട്ടി പിൽക്കാലത്ത് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറെ പിടിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്ന ചരിത്രം അവർ കാണുകയല്ലേ. പഴയ കാലത്ത് ഈ അടിസ്ഥാന വർഗത്തെ പാർട്ടി എങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെ ഇപ്പൊ കാണുകയാണ്. അന്നത്തെ അടിസ്ഥാന വർഗത്തിന് വിദ്യാഭ്യാസം കുറവായിരുന്നു. അച്യുതാനന്ദൻ എന്താണോ പറയുന്നത് അതായിരുന്നു അവർക്ക് വേദവാക്യം. കുഞ്ഞമ്പു എന്താണോ പറയുന്നത് അതായിരുന്നു. കണാരൻ എന്ത് പറഞ്ഞു അതായിരുന്നു. അതുപോലെ നേരത്തെ പുത്തലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ പറയാണ്, പുത്തലത്തും അതുപോലെ അക്കാലത്ത് ഉണ്ടായിരുന്ന C. കണ്ണനും O. ഭരതനും അതുപോലെ KN രവീന്ദ്രനാഥും MM ലോറൻസും VB ചെറിയാനും ഒക്കെ പഠിപ്പിച്ചത് അവർക്കറിയുള്ളൂ. ആ പഠിപ്പിച്ച കാര്യമല്ലല്ലോ ഇപ്പൊ പാർട്ടി പ്രയോഗിക്കുന്നത്. ഇപ്പോൾ പാർട്ടി എന്താ പ്രയോഗിക്കുന്നത്? ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞതിനെ വേണമെങ്കിൽ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് തിരുത്താവുന്ന അവസ്ഥ വന്നില്ലേ? പാലക്കാട് അതല്ലേ നമ്മൾ കണ്ടത്. AK ബാലനാണോ പാർട്ടിയുടെ സെക്രട്ടറി അതോ MV ഗോവിന്ദനാണോ എന്ന് ചോദ്യം ഉയർന്നില്ലേ? കാരണം ഗോവിന്ദ മാഷല്ലേ പറയേണ്ടത് BJP-യിൽ നിന്ന് വന്ന ഒരാളെ ക്രിസ്റ്റൽ ക്ലിയർ ആണോ അല്ലേ എന്നുള്ളത്. അത് കോൺഗ്രസിലുള്ള ഒരു വഴിയായിട്ടല്ലേ ബാലൻ കൊടുത്തത്. കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ വന്നപ്പോൾ VD സതീശൻ എന്താ പറഞ്ഞത്? AK ബാലൻ പറഞ്ഞു അദ്ദേഹം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. AK ബാലൻ പറഞ്ഞു അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന്, അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. ഇത് കേട്ട പാർട്ടി CPM-ന്റെ പ്രവർത്തകർക്ക് എന്ത് ആത്മരോഷം ആണ് ഉണ്ടാവുക എന്ന് നമുക്ക് ആലോചിച്ചറിഞ്ഞൂടെ? അപ്പൊ അതാണ് പറയുന്നത്, പാർട്ടി എന്താണോ മുൻപ് പഠിപ്പിച്ചത് അതിൽ നിന്ന് പാർട്ടി പിന്നാക്കാൻ പോകുന്നു. ഇവിടെ കുട്ടനാട് ഭാഗത്ത് എന്താ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ്? എന്തുകൊണ്ട് കൊഴിഞ്ഞമ്പാറയിൽ പാർട്ടിയുടെ ബദൽ സമ്മേളനം നടത്തി? ഇതൊക്കെ പാർട്ടി ആലോചിക്കുന്നുണ്ടോ? എന്നിട്ട് കർശന നടപടി എടുക്കും, നോക്കിയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്ന് കരുനാഗപ്പള്ളിയിലെ വനിതാ നേതാക്കളാണ് പറഞ്ഞത്. അതിലൊരു വനിതാ നേതാവ് പറഞ്ഞെന്താ, ഞാൻ SFI-യിൽ കൂടെ വളർന്നു വന്നതാണെന്നാണ് പറഞ്ഞത്. ഞാൻ SFI-യിലൂടെ വളർന്നു വന്ന വനിതയാണ്. ഈ പാർട്ടിയിൽ ചെങ്കൊടി പിടിച്ചവരാണ് ഞങ്ങൾ. ആ പാർട്ടിയെ ചെങ്കൊടി പിടിച്ച ഞങ്ങൾക്ക് ഇവിടെ പറയാൻ അധികാരമുണ്ട്. അതുകൊണ്ട് എങ്ങോട്ട് മാർച്ച് ചെയ്യുന്നു? ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു. അവരെ തടഞ്ഞതാരാണ്? മർദ്ദനോപകരണം എന്ന് പാർട്ടി ഒരിക്കൽ പഠിപ്പിച്ച പോലീസിനെ കൊണ്ട്. അങ്ങനെയല്ലേ പറഞ്ഞത്? മർദ്ദനോപകരണമാണ് പോലീസ് എന്നല്ലേ പറഞ്ഞത് ഭരണകൂടത്തിന്റെ. ആ ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണത്തോട് നിരത്തി നിർത്തിയില്ലേ പാർട്ടി ഓഫീസിലെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പില്? കേരളത്തിലെ CPM-ന്റെ ചരിത്രത്തിൽ ഇതുപോലെ നാണക്കേട് ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് ആ പോലീസിനെ അവിടെ നിരത്തി നിർത്തിയത്? അധികാരത്തിന്റെ ഹുങ്ക് കാണിക്കാനോ? ആഭ്യന്തരം ഭരിക്കുന്നത് ആരാണ്? പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ. പ്രേരണ നടത്തിയത് ആരാണ്? അടിസ്ഥാന വിഭാഗം. എന്ന് വെച്ചാൽ പാർട്ടിക്ക് വേണ്ടി ചുവരെഴുതുന്നവർ, പാർട്ടിക്ക് വേണ്ടി കൊടിപിടിക്കുന്നവർ, പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവർ. അവർ മാർച്ച് ചെയ്ത് അവരുടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ചെല്ലുകയാണ്. കടക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? അവിടെയാണ് കടക്ക് പുറത്തെന്ന് മനസ്സാ പറഞ്ഞത് പാർട്ടി അല്ലേ? അവിടെ എന്തിനാ സ്ത്രീകളോടാ പറഞ്ഞത്? വീട്ടമ്മമാരോടാ പറഞ്ഞത്? ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് ഹർകിഷൻ സിംഗ് സൂർജിത്ത് പാർട്ടി സെക്രട്ടറി അയക്കുമ്പോൾ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് ചേർന്നു. അന്ന് തീരുമാനമെടുത്തു. എന്താണെന്നറിയാമോ? സ്ത്രീകളുടെ കാര്യത്തിൽ പാർട്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷമാണ് ഒരുപാട് പീഡന പരാതികൾ പാർട്ടിയിൽ നിന്ന് ഉയർന്നത്. എന്ത് സംഭവിച്ചു? എന്നിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പൊ ഒരു പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊടിപിടിച്ച് ഒരു വനിതാ പ്രവർത്തകർക്ക് ചെല്ലാൻ പറ്റില്ലേ? അവർ പറഞ്ഞ എന്താണ്? ഞാൻ ഇപ്പോഴും വനിതാ CPM ആണ്. ഈ കൊടി പിടിച്ച ഈ ചെങ്കൊടി പിടിച്ചത് ഞങ്ങൾ, ഈ ചെങ്കൊടി ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഈ പാർട്ടിക്ക് വേണ്ടി ഞങ്ങളും പണിയെടുക്കാറാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞ് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ മിസ്റ്റർ ജയരാജെ അവിടെ തടയുകയാണ് അവരെ. എന്തിന് പോലീസ്? പാർട്ടി പ്രവർത്തകർക്ക് നിൽക്കാറുന്നില്ലേ? പാർട്ടി പ്രവർത്തകർക്ക് നിൽക്കാറുന്നില്ലേ? അല്ല പാർട്ടി നേതാക്കൾക്ക് നിർത്തായിരുന്നില്ലേ? അവരെ വിളിച്ചു കൊണ്ടുപോയി ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇരുത്തി അവർക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു. അത് സംഭവിച്ചില്ലല്ലോ. അവിടെയാണ് പ്രശ്നം. ഇതിനു മുമ്പ് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു, അതോ 14 തെരഞ്ഞെടുപ്പിലാണ്. ഉച്ചയാടിയിലും അതുപോലെ പല സ്ഥലത്തും പ്രകടനം നടത്തില്ലേ പാർട്ടി പ്രവർത്തകര്? പക്ഷെ പാർട്ടി പ്രവർത്തകർ പ്രകടനം നടത്തിയിട്ട് അതൊക്കെ പരിഹരിച്ചു എന്നല്ലേ ഇവർ പറയുന്നത്. എന്നിട്ട് എന്താ പരിഹരിക്കാതിരുന്നത്?
ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, CPM-ൽ എന്നൊക്കെ നല്ല വിഭാഗീയത ഉണ്ടാകുന്നോ അന്ന് പാർട്ടി വളരുമായിരുന്നു. ഇന്ന് CPM-ൽ വിഭാഗീയതയില്ല. പറയാൻ VS അച്യുതാനന്ദനില്ല, പറയാൻ O ഭരതനില്ല, പറയാൻ C കണ്ണനില്ല, പറയാൻ രവീന്ദ്രനാഥില്ല, പറയാൻ ലോറൻസ് ഇല്ല. ഇതിലാരും ഇല്ലാത്തപ്പോൾ പാർട്ടി ഏകപക്ഷീയമായ വഴിയിലേക്ക് പോകുന്നു. അവിടെ ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ശ്രീ പിണറായി വിജയന്റെ ഗ്രൂപ്പ് അല്ലേ? ശ്രീ പിണറായി വിജയന്റെ ഗ്രൂപ്പ് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ EP ജയരാജനെ പോലുള്ളവർ, P ജയരാജനെ പോലുള്ളവർ, MV ജയരാജനെ പോലുള്ളവർ ഒരുമിച്ച് നിന്നവരാണെന്ന് വ്യത്യസ്ത അഭിപ്രായം പറയുന്നത്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അവരെന്താ പറഞ്ഞത്? BJP-യുമായി ചർച്ച ചെയ്തിട്ടെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് BJP-യുമായി ചർച്ച ചെയ്ത ആളെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് കേന്ദ്ര കമ്മിറ്റി നിലനിർത്തിയില്ലേ? അപ്പോൾ ഈ അടിസ്ഥാന കാര്യത്തിൽ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനം ചോദിക്കില്ലേ, അല്ല സഖാവെ, കേന്ദ്ര കമ്മിറ്റി അംഗത്തെ BJP കേന്ദ്ര കമ്മിറ്റി അംഗമായാൽ BJP നേതാക്കളുമായിട്ട് സംസാരിക്കാമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇവരെന്താ ഉത്തരം പറയുക? തെരഞ്ഞെടുപ്പ് ദിവസമല്ലേ ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞത് EP ജയരാജൻ? തെരഞ്ഞെടുപ്പ് ദിവസം ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞിട്ട് അത് പാർട്ടി വിവാദമാക്കേണ്ടതില്ലെന്നല്ലേ തീരുമാനിച്ചത്? ജയരാജൻ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നതല്ലേ പറഞ്ഞത്? അതിന്റെ അർത്ഥം എന്താ? EP ജയരാജനെ പേടിയാണ്, പക്ഷെ ബ്രാഞ്ച് തലത്തിലുള്ള പ്രവർത്തകരെ പേടിയില്ല. പക്ഷെ ഒരു കാര്യം നമ്പ്യാർ മനസ്സിലാക്കണം, പാലക്കാട്ട് UDF-ന് 18,500 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഒരു കാരണം ഈ CPM പ്രവർത്തകരുടെ മനസ്സുകൊണ്ടാണ്. ആ മനസ്സ് അവിടെ കൊഴിഞ്ഞാമ്പാറയിൽ പരസ്യമായി വന്നു, രഹസ്യമായി വോട്ടെടുപ്പിലും വന്നു. ഇതിനി പാർട്ടി കണ്ടില്ലെങ്കിൽ മറ്റേ ശ്രീ ജയരാജെ ലോക്കൽ കാര്യമല്ല, കുലശേഖരപുരത്തെയോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിലെയോ ഓച്ചിറയിലത്തെയോ ഒന്നും. ഓച്ചിറ ഉൾപ്പെട്ട കരുനാഗപ്പള്ളി ഉൾപ്പെട്ടതാണല്ലോ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം അല്ലെ? എന്തുകൊണ്ട് ആലപ്പുഴയിൽ പാർട്ടി ഈറ്റില്ലമായ വിപ്ലവത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന ആലപ്പുഴ എന്തുകൊണ്ട് പാർട്ടി തകരുന്നു? എന്തുകൊണ്ട് കായം കൊളുത്തിയാൽ മത്സരിക്കില്ലെന്ന് G സുധാകരന് പറയാൻ തോന്നുന്നു? എന്തുകൊണ്ട് കരുവന്നൂർ കേസ് ഉണ്ടായപ്പോൾ പാർട്ടി വേണ്ടപോലെ പ്രതികരിച്ചില്ലെന്ന് സുധാകരൻ പറഞ്ഞു? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. G സുധാകരൻ ആലപ്പുഴക്കാരനല്ലേ? അദ്ദേഹം പറഞ്ഞ് നമ്മൾ കേൾക്കേണ്ടതല്ലേ? അത് മനസ്സിലാക്കുമ്പോഴാണ് പറയാനുള്ളത്. ഓച്ചിറ മാത്രമല്ല, കുട്ടനാടുണ്ട്, കൊഴിഞ്ഞമ്പാറയിലുണ്ട്, അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ ആലപ്പുഴയിൽ നിന്ന് തുടങ്ങുകയാണ് പാർട്ടിയിലത്തെ ഈ പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലും ലോക്കൽ സമ്മേളനങ്ങളിലും ഇനി വരാൻ പോകുന്ന ഏരിയ സമ്മേളനങ്ങളെ എത്ര ഏരിയ സമ്മേളനങ്ങൾ നിർത്തിവെച്ചു പാർട്ടി? എന്തുകൊണ്ടാണ് നിർത്തിവെച്ചത്? തെരഞ്ഞെടുപ്പിന് കാരണമായിട്ട് പറഞ്ഞു. പക്ഷേ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിലോ സംസ്ഥാന സെക്രട്ടറിയുടെ ഏതോ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസില് ഏരിയ കമ്മിറ്റി സമ്മേളനത്തിലെ പ്രശ്നം ഉണ്ടായില്ലേ? ഇതൊക്കെ കാണണം. പഴയ പാർട്ടിയല്ല, പഴയ പാർട്ടി പ്രവർത്തകരുമല്ല. ഓക്കെ ഡോക്ടർ ജയരാജ്, അതുകൊണ്ട് തന്നെ ഇതിനെ ലോക്കലായിട്ട് മാത്രം ഒതുക്കാൻ പറ്റില്ല, അങ്ങനെ വില കുറച്ച് കാണാൻ പറ്റില്ല. ഇത് ലോക്കൽ അല്ല, ഇത് ഗൗരവത്തോടുകൂടി തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണ്. അത് പാർട്ടി എങ്ങനെയാണ് ഇനി അതിനെ സമീപിക്കുക എന്നറിയില്ല. നോക്കൂ, തലപ്പത്ത് ഇരിക്കുന്നവ അവരുടെ സ്വഭാവം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പി ശശി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്തിനാണ് പുറത്താക്കപ്പെട്ടത് എന്ന് പാർട്ടിക്കാർക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അതുപോലെ പി കെ ശശിയുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ്. പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തെ KTDCയുടെ ചെയർമാൻ പദവിയിൽ ഇരുത്തിയിരിക്കുകയാണ്. നോക്കൂ, ഇതുവഴി തെറ്റായ സന്ദേശങ്ങളാണ് നൽകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ എത്രയെത്ര ആക്ഷേപങ്ങൾ, എത്രയെത്ര ആരോപണങ്ങൾ. പലതിലും യാഥാർത്ഥ്യമുണ്ട്, വസ്തുതയുണ്ട് എന്ന് പാർട്ടിക്കാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പിണറായി വിമർശിക്കപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബം വിമർശിക്കപ്പെടുന്നത്. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പാർട്ടി നേതൃത്വം വീണ്ടും അണികളെ തള്ളിക്കളയുന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പാർട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇനി ഏരിയ സമ്മേളനങ്ങൾ നടക്കാനിരിക്കുന്നു, ജില്ലാ സമ്മേളനങ്ങൾ വരാൻ ഇരിക്കുന്നു. അപ്പോൾ നോക്കൂ, വിമർശനങ്ങൾ ഇനി രൂക്ഷമാവുകയല്ലേ ഉണ്ടാവുക? ഇതിനകത്ത് എനിക്ക് ആദ്യം ശ്രീനിവാസ് സാറിനോട് പറയാനുള്ളത്, കോൺഗ്രസ് ഒരു സമ്മേളനം നടത്തിയിട്ട് എത്ര നാളായി? കോൺഗ്രസ് സമ്മേളനങ്ങളെ നടത്താറില്ല, നോമിനേഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് CPM-നകത്തെ സമ്മേളനത്തിനെ കുറിച്ച് ശ്രീനിവാസ് സാറിന് പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയാം, പക്ഷേ കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയുന്ന അഭിപ്രായത്തിന് നമ്മളതിനെ തൃണവൽഗണിക്കുകയാണ്. അതുപോലെ ശ്രീ പാണ്ഡ്യാല ഷാജി ഉന്നയിച്ച ചില വിഷയങ്ങൾ, പാണ്ഡ്യാല ഷാജിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ. VTR പറഞ്ഞ ഒരു പഴയ വേർഡുണ്ട്, അത് പാണ്ഡ്യാല ഷാജിക്ക് ഓർമ്മയുണ്ടാവും. എക്സ് കമ്മ്യൂണിസ്റ്റ് ഈസ് ദ വേഴ്സ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഒരു എക്സ് കമ്മ്യൂണിസ്റ്റ് എങ്ങനെയൊക്കെ പെരുമാറാമോ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അതിന് നമ്മൾ പറയത്തില്ലേ, ഇത്
ഈ അപ്പസാറൊക്കെ വിശേഷിപ്പിച്ചതുപോലെ ഏറ്റവും കാൽപ്പനികത മുറ്റി നിൽക്കുന്ന കഥ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു എക്സ് കമ്മ്യൂണിസ്റ്റിൻ്റെ എല്ലാവിധ ഭാവവാഹാദികളും കമ്പാരിസൺസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബംഗാളിൽ പോകുന്നു, ചിലപ്പോൾ അങ്ങ് റൊമാനിയയിൽ പോകുന്നു, ചിഷസ്കിൻ്റെയും ഇലേസ്കിൻ്റെയും കാര്യം പറയുന്നു, പിന്നീട് വീണ്ടും നേരെ കണ്ണൂരിലേക്ക് വരുന്നു, അവിടുന്ന് കൊല്ലത്തെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. കൊല്ലത്തെ പാർട്ടി സെക്രട്ടറി അദ്ദേഹം ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്കെതിരായിട്ടാണ്, അതായത് കൊല്ലായി സുദേവൻ, അതായത് ദീർഘകാലത്തെ സമര പാരമ്പര്യങ്ങളുടെ ഒരു ഏതാണ്ട് പി കെ ഉദാസാനൊപ്പം തന്നെ ഒരുമിച്ച് സംഘടനാ പ്രവർത്തനം നടത്തി വന്ന ഒരു നല്ലൊരു നേതാവാണ് ശ്രീ കൊല്ലായി സുദേവൻ. കൊല്ലായി സുദേവനെതിരെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ആലോചിക്കുമ്പോൾ എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്? പ്രാക്കുളം എന്ന് പറയുന്ന സ്ഥലം അറിയാമല്ലോ, പ്രകാശ് കലാകേന്ദ്രം കിടക്കുന്ന സ്ഥലമാണ്. അതൊരു പാർട്ടി ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് സമ്മേളനത്തിൽ പ്രശ്നം ഉണ്ടായെന്ന്. ഇദ്ദേഹത്തിന് ആരാണോ ഇങ്ങനെ ഫീഡിങ് കൊടുത്തതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അന്വേഷിച്ച് അവിടെ ഇവിടെയും കേട്ടത് പറയാതെ അത് വ്യക്തമായിട്ട് എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രം സംസാരിക്കുക അത്തരം കാര്യങ്ങളെക്കുറിച്ച്. ഡോക്ടർ ജയരാജ്, കണ്ണൂർ ജില്ലയിൽ തന്നെ എത്ര സ്ഥലങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിണറായിയുടെ കോലം പിണറായിൽ തന്നെ കത്തിച്ചിട്ടുണ്ട്, അതറിയാലോ താങ്കൾക്ക്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം ഇതൊരു ഉൾപാർട്ടി ജനാധിപത്യം, അതായത് വിമർശനവും വേണം, സ്വയം വിമർശനവും വേണം. സ്വയം വിമർശനവും വേണം. ഈ സ്വയം വിമർശനം അങ്ങ് മാറ്റി നിർത്തിയിട്ട് വിമർശനം മാത്രമായിട്ട് ഇറങ്ങുന്നവർക്കാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തോന്നുന്നത്. ഞങ്ങൾ വിമർശിക്കാറുണ്ട്, സ്വയം വിമർശിക്കാറുണ്ട്, നിശ്ചിതമായി വിമർശിക്കാറുണ്ട്. അതിന് പോളിറ്റ് ബ്യൂറോ മെമ്പറല്ല, മുഖ്യമന്ത്രിയല്ല, ആരാണെങ്കിലും പാർട്ടി സമ്മേളനങ്ങളിൽ ഞാനൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അങ്ങേയറ്റത്തെ ആളിനെ തൊട്ട് ഇങ്ങേയറ്റത്തെ ആളിനെ വരെ വിമർശിച്ച് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിനൊക്കെ തൃപ്തിയായ മറുപടി വന്നിട്ടുണ്ട്. ഈ ഓരോ അന്നും ഈ പാണ്ഡ്യാല ഷാജി പറഞ്ഞ കണക്കല്ലേ റൊമാൻറ്റിക് റവല്യൂഷൻ്റെ സംസാരങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവർ പരാന്നഭോജികളാണ്, സോഷ്യൽ പാരസൈറ്റാണ്, ഇവരെന്ത് പണിയെടുക്കുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് വന്നത്. പിന്നെ ഈ പറഞ്ഞത് കണക്കല്ലേ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്നൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല ഞാൻ ഇതിനു വേണ്ടി വന്നത്. ഞാൻ 17 വയസ്സിലാണ് പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നത്. 18 വയസ്സിൽ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നിരുന്ന ഒരാളാണ്. ഒരേ സമയം SFIയിലും DYFIയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് നാൾ വിദേശത്ത് പോയി. അതിനുശേഷം തിരിച്ചു വന്നു. അവിടെ കോളേജിൽ പ്രൊഫസറായിരുന്നു, ഇവിടെയും കോളേജിൽ. ഒരു കാര്യത്തിന് ഇതുവരെ പാർട്ടിയുടെ ഒരു കാര്യത്തിനും ഞാൻ പോയിട്ടില്ല. ഒരു ആനുകൂല്യം പറ്റിയിട്ടുമില്ല, ഇനിയോട്ട് പറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. അധ്യാപക സംഘടനയിൽ ഞാനത്ര സജീവവുമല്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ എനിക്കില്ലെന്ന് എന്നെ അറിയാവുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണമെന്ന കാര്യമില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മ ഒരു കശുവണ്ടി തൊഴിലാളിയായിരുന്നു. എൻ്റെ അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു എംപ്ലോയി ആയിരുന്നു. അന്ന് തൊട്ടേ ഒരു പാർട്ടി കുടുംബമാണ്. അതുകൊണ്ട് ആ ആശയങ്ങളിൽ അന്നേ ആകൃഷ്ടനായിരുന്നു. അതുകൊണ്ട് ഞാൻ കോളേജ് അധ്യാപകനായതുകൊണ്ട് എനിക്ക് പാർട്ടിക്കാരനായിക്കോട്ടെ. ഡോക്ടർ ജയരാജ്, പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിൽ താങ്കൾ തൃപ്തനാണോ? തൃപ്തിയും അതൃപ്തിയും എന്റെ തൃപ്തി അതൃപ്തി അല്ലല്ലോ ഇവിടെ എന്നാലും പാർട്ടിക്ക് വേണ്ടി വീറോടെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് ഇത്തരം സംവാദങ്ങളെ വീറോടെ ബാധിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ എന്തുണ്ട് ഡോക്ടർ ജയരാജ് കയ്യിൽ? തീർച്ചയായിട്ടും ഇപ്പം പൂർണ്ണമായിട്ടുള്ള ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നുള്ളത് ഒരു നല്ല ക്യാമ്പയിൻ്റെ ഭാഗമാണ്. അത് പൂർണ്ണമായിട്ടും ദാരിദ്ര്യം 0.07% ഉള്ള ദാരിദ്ര്യം കൂടെ തുടച്ചു നീക്കുകയാണെങ്കിൽ കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാതാവും. എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് ഈ പാർട്ടി തന്നെയാണ്. വേറെ ആരും ഒരു സ്ഥലവും ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല. അതൊക്കെ വെച്ചു കൊടുത്തോണ്ടിരിക്കും, പൂർത്തിയാക്കുകയും ചെയ്യും, വ്യക്തമായിട്ട് പൂർത്തിയാക്കുകയും ചെയ്യും. അതിന് ഏത് കേന്ദ്ര ഫണ്ട് തടഞ്ഞാലും പിന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കുടിശ്ശികളുണ്ട്, അതും ഉടനെ തന്നെ കൊടുക്കും. പെൻഷൻ തട്ടിപ്പ് 400 കോടിയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. CAG റിപ്പോർട്ട്, ഡോക്ടർ ജയരാജ്, CAG റിപ്പോർട്ട് കണ്ടില്ലേ താങ്കൾ? CAG റിപ്പോർട്ട് എന്നല്ല, IT മിഷന്റെ റിപ്പോർട്ടാണ്. IT മിഷൻ തന്നെ കണ്ടെത്തിയതാണ് ഈ അനർഹരായിട്ടുള്ള ആളുകൾ. അത് സർക്കാർ തന്നെ കണ്ടെത്തിയതാണ്. അത്തരം ആളുകളുടെയൊക്കെ ഫോട്ടോ പോസ്റ്റർ അടിച്ചു വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ പത്രങ്ങളിലും അത് പബ്ലിഷ് ചെയ്യണം, മീഡിയകളിലും അവരുടെ വാർത്തകളും പേരുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഭിന്നശേഷിക്കാരല്ലെങ്കിൽ അവരുടെ പേര് എത്ര സഹാക്കൾ അവരുടെ കീശ വീർപ്പിച്ചു പറ ഡോക്ടർ ജയരാജ്. അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കണം. കുറ്റകൃത്യങ്ങൾ എല്ലാത്തിനകത്തും ഉണ്ടാവുമല്ലോ.
സ്വാഭാവികമായിട്ട് ഇത് മിസ്റ്റർ ക്ലീൻ ആയിട്ടുള്ള ഒരു പാർട്ടി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതിനകത്ത് താരതമ്യേന കമ്പാരിറ്റീവ്ലി ബെസ്റ്റ് ആണ്. പക്ഷെ ഇത് പോയാൽ, ഈ ഒരു പച്ചത്തുരുത്തൂടെ നഷ്ടമായാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായി തീരും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെ പൊതുവിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് തകരും, ആരോഗ്യ സംവിധാനം പൂർണ്ണമായിട്ട് തകരും, ക്ഷേമ പെൻഷനുകൾ നിർത്തലാകും. അത് വലിയ വിഷയം തന്നെയാണ്, വലിയ വിഷയമാണ്. എന്റെ മകൾ സർക്കാർ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. എന്റെ മകൾ സർക്കാർ സ്കൂളിൽ പഠിക്കാൻ ധൈര്യം ഉണ്ടായത് കഴിഞ്ഞ 2 വർഷവും ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടാണ്. ആ സമയം മുസ്ലിം ലീഗ് ഭരിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സർക്കാർ സ്കൂളിൽ വിടത്തില്ലായിരുന്നു. 35 ലക്ഷം കുട്ടികൾ മാറി പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് മാറി സർക്കാർ സ്കൂളിൽ ചേർന്നതും വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ മെച്ചം കൊണ്ടാണ്. ഇപ്പോഴത്തെ കോളേജ് ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്നുള്ള രീതിയിൽ മതേതരവാദിയാണ്. ഇദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസിലെ സെപ്പറേറ്റ് അയക്കുന്ന അവാർഡ് കൊടുക്കണം ഇദ്ദേഹത്തിന്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വരെ ഗംഭീരമാണ്. മുസ്ലിം ലീഗ് ഭരിക്കുന്നുണ്ടാണെങ്കിൽ ഞാനിത് കൊടുക്കില്ലായിരുന്നു എന്ന് പറഞ്ഞത് ഗംഭീരമായ കമന്റാണ്, അതിഗംഭീരമാണ്. തീർച്ചയായിട്ടും ഇത് മതേതരത്തിന്റെ ലീഗ് മതപാർട്ടിയാണോ? പിന്നെ പാലക്കാട് വിജയത്തിനെ കുറിച്ച് പറഞ്ഞു, അത് SDPയുടെയും PFIയുടെയും പിന്നെ എല്ലാ നിരോധിത സംഘടനകളും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും റാഡിക്കൽ ഇസ്ലാമുകളുടെയും വോട്ട് മേടിച്ചിട്ടാണ് കോൺഗ്രസ് എല്ലാവർക്കും അറിയാം. അത് പിന്നെ വലിയ വെൽഫെയർ പാർട്ടി ഡോക്ടർ ജയരാജ് പോവാതെ ഇറങ്ങുവാണ്. ഒന്ന് മറുപടി പറഞ്ഞിട്ട് പോ പ്ലീസ്. 2 മിനിറ്റ്. മാധ്യമം പത്രവും ഈ മീഡിയ വണ്ണും ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതിനകത്തുള്ള അണ്ടർലൈൻ കറണ്ട് എന്താണെന്നുള്ളത് വ്യക്തമായിരുന്നില്ല. അവർ സ്വാഭാവികമായിട്ട് അവരുടെ തനിനിറം വെളിവാക്കിയപ്പോഴത്തേക്ക് അന്ന് മുകുന്ദൻ സി മേനോനും പിന്നെ അങ്ങനെയുള്ള കമൽറാം സജീവും ഒക്കെ ആയിരുന്നു മാധ്യമ വാരികയുടെ എഡിറ്റർ. അന്ന് ആരെങ്കിലും സംശയിച്ചിരുന്നോ ഇങ്ങനെ ഒരു അജണ്ട ഇതിനുണ്ടായിരുന്നെന്ന്, മാധ്യമ പത്രത്തിനുണ്ടായിരുന്നെന്ന് ആരെങ്കിലും സംശയിച്ചിരുന്നോ? പിന്നീട് അവരെ അതിന്റെ തനിനിറം വെളിവാക്കിയപ്പോഴാണല്ലോ നമുക്കെല്ലാം മനസ്സിലായത്. അന്നോടുകൂടി ഇത്തരത്തിലുള്ള അവരുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഒഴിവാക്കുകയാണ് ചെയ്തത്. വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെ കാര്യത്തിൽ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ ഉടനെ മുസ്ലിം പ്രീണനം എന്നൊക്കെ അല്ലേ പറയുന്നത്. മാദിനി ജയിലിൽ കിടക്കുന്ന ഒരാളാണ്. മാദിനിയുടെ ഒരു വിഷയം കൂടെയാണ് ഈ കരുനാഗപ്പള്ളിയിലെ വിഷയം എന്ന് പറയുന്നത്. മാദിനിയുടെ വിഷയം കൂടെയാണ്. മാദിനി മൊബിലൈസ് ചെയ്തിട്ടുള്ള കുറെ ചെറുപ്പക്കാരുണ്ട് അവിടെ, ആ PDPയുടെ കുറെ പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുലശേഖരത്ത് ഉള്ള പ്രശ്നങ്ങൾക്കും അതും ഒരു ഭാഗമാണ്. അതും നമ്മൾ കാണാതിരുന്നുകൂടാ. അതും സുപ്രധാന ഒരു വിഷയം തന്നെയാണ്. കുലശേഖരത്ത് കുറെ നാളുകളായിട്ട് പ്രശ്നമുണ്ട്. അതൊരു നമ്മൾ അങ്ങോട്ട് കയറുമ്പോഴാണ് ശരിക്കും സ്ഥലമാണ് ഇത് പരിഹരിക്കുക പറഞ്ഞാൽ പാർട്ടി സമ്മേളനങ്ങളിൽ അത് വ്യക്തമായ വിലയിരുത്തലുകളുണ്ടാവും, അതിനനുസരിച്ചുള്ള കൃത്യമായ നടപടികളുണ്ടാവും. പരാതികളും പരിഭവങ്ങളും ഒക്കെ തീർച്ചയായിട്ടും പൂർണ്ണമായി പരിഹരിച്ച് തന്നെയാണ് ഏരിയ സമ്മേളനത്തിലേക്ക് പോവുക. ജില്ലാ സമ്മേളനം വരുന്ന പോകേണ്ടി വരത്തില്ല. ഏരിയ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇത്തരം പരാതികളും ഈ പുറത്ത് വന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളും എല്ലാം പാർട്ടി വ്യക്തമായ രീതിയിൽ അഡ്രസ് അതുപോലെ കള്ളന്മാർ, കൊള്ളക്കാർ, പിന്നെ പിടിച്ചുപറിക്കാർ, അതുപോലെ സ്ത്രീ പീഡകർ ഇവരെല്ലാം തുടരും. അബ്കാരി എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട അബ്കാരികളെല്ലാം കോൺഗ്രസിനകത്തല്ലേ. അടൂർ പ്രകാശിനെ പോലുള്ള അബ്കാരികൾ, ബിജു രമേശിനെ പോലുള്ള അബ്കാരികൾ, ഇതെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരല്ലേ. പിന്നെ ഈ പറഞ്ഞത് കണക്കോലെ പണ്ട് വിജയൻ പിള്ള സാറിനൊരു ബാറുണ്ടായിരുന്നു കരുനാഗപ്പള്ളിയിൽ. ആ ബാറിന്റെ കാര്യമാണ് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത്. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. അത് RSPയിൽ നിന്ന് വന്ന ഒരു കഷ്ണമാണ്, അല്ലാതെ അത് CPMന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ബാറിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. പിന്നെ ഈ സ്പിരിറ്റ് കച്ചവടം എന്നൊക്കെ പറയുന്ന ആരെവിടെ സ്പിരിറ്റ് കച്ചവടം നടത്തിയെന്നാണ് ഈ പറയുന്നത്. ചുമ്മാ അതങ്ങ് അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലും കേട്ടിട്ട് വന്നിട്ട് അതങ്ങ് എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വാസ്തവമാണെന്ന് ജനം തെറ്റിദ്ധരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് കൊല്ലത്തുള്ള ആരെങ്കിലും ഇത് കേട്ടാണ്ടല്ലോ പൊട്ടിച്ചിരിക്കും. ഞാൻ ഉന്നയിച്ച് പരാമർശിക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ അതിനോട് മാന്യമായി റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ വെറുതെ ചുമ്മാ ഇങ്ങനെ അസംബന്ധം പറഞ്ഞ. അതുപോലെ തന്നെയാണ് ഞാൻ ജില്ലാ സെക്രട്ടറിക്കെതിരെ പറഞ്ഞു. ജില്ലാ സെക്രട്ടറിക്കെതിരെ ഞാൻ ഉന്നയിച്ചു എന്ന് പറഞ്ഞ വിഷയം എന്താണ്? അവിടെ നിലവിൽ ലൈവായി നിൽക്കുന്ന വിമർശനമാണത്. ലൈവായി ആ ജില്ലയിൽ നിൽക്കുന്ന വിമർശനമാണ്. ആ വിമർശത്തെ എനിക്ക് ഇദ്ദേഹത്തിന്റെ ഓർഗൻ മാറ്റി കലക്ഷൻ നടത്തിയതിന്റെ പാർട്ടി DC-ക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളല്ല പറഞ്ഞത്. അത് അപ്പത്തരം സംഭവങ്ങൾക്ക് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ?
ആ പാർട്ടിയുടെ സംഘടനാപരമായിരിക്കുന്ന ആരോഗ്യത്തിനകത്ത് വളരെ ഗുരുതരമായിരിക്കുന്ന അഴിമതി എന്ന് പറയുന്ന സാംക്രമികത പിടികൂടിയിരിക്കുന്നു എന്നാണ്. ഈ സാംക്രമികത പിടികൂടിയോടൊപ്പം തന്നെ അതിൽ ലൈംഗികമായ അരാജകത്വം ഉണ്ട് എന്ന പരസ്യ പ്രഖ്യാപനമാണ് ഈ സ്ത്രീകൾ നടത്തിയത്. ഇയാൾ നടത്തിയ സംഭവത്തെ അതിനെ സർഗാത്മകമായി ക്രിയാത്മകമായി വിമർശിക്കുന്നതിന് പകരം എന്റെ പാർട്ടിക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല, സ്റ്റാലിന് ഒരിക്കലും തെറ്റുപറ്റിയില്ല എന്ന് പറഞ്ഞതാണ് സാർ. സ്റ്റാലിന് ഒരിക്കലും തെറ്റുപറ്റില്ല. പിന്നീട് ആ ചരിത്രം വായിച്ചുമ്പോൾ എന്താ മനസ്സിലായെന്നറിയോ? സ്റ്റാലിൻ തെറ്റേ ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാവുന്നത്. എന്നിട്ട് അത് പിന്നീട് പുസ്തകങ്ങളിലേക്ക് എന്ത് പറയുകയാണ്, ഞങ്ങൾ അതുപോലെ എടുത്തൊക്കെ പഠിക്കുകയാണ്. ഇതല്ല ശരി. ഒരാൾ പറയുന്ന ബടുക്കാണോ? അല്ല, വിമർശനം സ്വയം വിമർശനം എന്ന് പറഞ്ഞ് അവനവനെ തിരുത്തുക, അവനവനെ തിരുത്തുക ഈ അവനവനെ തിരുത്തുക എന്ന് പറയുന്ന സർഗാത്മകമായ രാഷ്ട്രീയത്തിന് പകരം ഏകപക്ഷീയമായ അടിച്ചേൽപ്പിക്കലല്ല, ഏകപക്ഷീയമായ അടിച്ചേൽപ്പിക്കുന്ന കലാപമാണ് ഈ സ്ത്രീകൾ ഇപ്പൊ നടത്തിയത്. അതാണ് അതിന്റെ ഏറ്റവും വൈകാരികമായിരിക്കുന്ന വിഷയം. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരുമാതിരി എന്താന്ന് പറഞ്ഞാല് മുമ്പ് നിന്നിരിക്കുന്ന ആളുകൾ മുഴുവൻ നിങ്ങൾ പറഞ്ഞത് കേൾക്കണമെന്ന് ഞാൻ നടക്കുന്നതല്ലാതെ അവിടെ ഒരാൾക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുന്നേരം ആ ആരോപണത്തിന് വസ്തുതാപരമായിരിക്കുന്ന നിലപാടുണ്ടായിരിക്കണം. ആ കരുതാപ്പള്ളി ഞാൻ പഠിക്കുന്നത് വിജയപ്പള്ളി വാറാ. നിങ്ങളോട് ആരാ പറഞ്ഞത്? ചുമ്മാ എന്തെങ്കിലും പിന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും പിന്നെ പരിസരം ഒന്നും അറിയില്ലാത്തതുപോലെ അങ്ങ് പറയാനില്ല. പാർട്ടി കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധനം കൊണ്ട് പറയില്ല. ഞാൻ തിരിച്ച് നിങ്ങളോട് കേട്ടെ, നിങ്ങളുടെ ഈ പാർട്ടിയുടെ ഏത് സമ്മേളനത്തിൽ കയറിയിട്ടാണ് നിങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെയും ഈ പറയുന്ന മുഖ്യമന്ത്രിയെയും വിമർശിക്കുക? നിങ്ങൾ പറയുന്ന പണിയാനെടുക്കും. ഈ പ്രാക്കുളം ഈ MA ബേബിയുടെ പിന്നെ ലോക്കൽ കമ്മിറ്റിക്കകത്ത് ഞാൻ ഉന്നയിച്ചിരിക്കുന്ന വിമർശനം നടത്തില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ കൈവച്ച് പറയാൻ പറ്റുമോ? സംഭവം അത് ഉള്ളതാണ് എന്ന വസ്തുതയാണ്. പകരം എന്താണ്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പറയുന്നതാണ് അർത്ഥം. മറ്റല്ലാതെ ഈ സമരം നടത്തിയതും ഈ മുദ്രാവാക്യം പിടിച്ചതുമായിരിക്കുന്ന സ്ത്രീകളെല്ലാം തന്നെ ഈ പാർട്ടി പൊളിക്കാനല്ല ഇത്. ഈ പാർട്ടി പൊളിഞ്ഞ് തകരുകയാണ്. ഈ പാർട്ടി അതിന്റെ ഉണ്ടായിരിക്കുന്ന ആത്മസംഘർഷത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന സ്ത്രീകൾ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. ആ സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനെ ആ അർത്ഥത്തിൽ കാണാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ക്ഷീരമലയാവർത്തന 101 പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനോ? ആ പറയുന്നത് എന്താ യുക്തിയുള്ളത്? അതിനെന്ത് രാഷ്ട്രീയമാണുള്ളത്? വാസ്തവത്തിൽ ഇതല്ല പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ കണ്ണൂർ പറഞ്ഞു, ഞാൻ റൊമാൻറ്റിക് ആണ് സാർ, ഞാൻ റൊമാൻറ്റിക് ആണ്. എല്ലാ മാർക്സിസ്റ്റുകളും റൊമാൻറ്റിക് ആണോ? ഞാൻ എക്സ് മാർക്സിസ്റ്റ് ആണ് അല്ലേ? നിങ്ങളല്ലേ? അപ്പൊ നിങ്ങളായിരിക്കും റിയൽ മാർക്സിസ്റ്റ് അല്ലേ? ഗംഭീര മാർക്സിസ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഇതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. ഇതുപോലെ അതുപോലെ CPM എന്നൊരു പാർട്ടി കേരളത്തിന്റെ പച്ചത്തുരുത്ത് ഇല്ലാതായാലും എന്ത് സംഭവിക്കുന്നത് സാർ? ഈ കേരളം രക്ഷപ്പെടും. എന്ന് ഈ പാർട്ടി കേരളത്തിൽ നിന്ന് വാനിഷ് ചെയ്യപ്പെടുന്നുവോ അന്ന് മാത്രമേ ഈ കേരളത്തിനകത്ത് ജനാധിപത്യം ഉണ്ടാവുള്ളൂ. ഈ കേരളത്തെ ഇത്രയേറെ മുച്ചൂട് പിടിച്ച് അഴിമതി സാർവത്രികമാക്കി മാറ്റി, അധികാരത്തിന്റെ അപ്രമാദിത്വങ്ങൾ സാർവത്രികമാക്കി മാറ്റി, ഏത് മേഖലയിലാണെങ്കിൽ എന്തെങ്കിലും സർഗാത്മകമായിരിക്കുന്ന ഒരു മാർക്സിസ്റ്റ് അപ്രോച്ച് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒറ്റ ഉദാഹരണം. നിങ്ങൾ പറയുന്നത് പണിയാനെടുക്കും. ഞാൻ വെറുതെ ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ വായി തോന്നി വിളിച്ചു പറഞ്ഞിട്ട് അത് പാർട്ടിയെ വിജയിക്കില്ല. നിങ്ങളെപ്പോലത്തെ ആളുകളാണ് ഈ പാർട്ടിയെ കംപ്ലീറ്റ് കൊളാക്കുന്നത്. നിങ്ങൾ വാദം ചെയ്യുന്ന ആരാന്നറിയോ? ഈ പാർട്ടിക്കകത്ത് റാൻമൂടികളായിരിക്കുന്ന ആളുകൾക്ക് സത്യത്തിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ദാസ്യം ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഗുരുതരമായ ആരോപണമാണ് നിങ്ങൾക്ക് ഉന്നയിക്കുന്നത്. നിങ്ങളെപ്പോലത്തെ ആളുകൾ ജാമ്യത്തെടുക്കാനുണ്ടെന്നുള്ളതാണ് ഇവർക്ക് ഈ പറയുന്ന സംഭവം ചെയ്യാൻ തോന്നുന്നത്. അല്ലാത്ത പക്ഷം ഇത് ചെയ്യില്ല. ആ മുദ്രാവാക്യം പിടിച്ചിരിക്കുന്ന സ്ത്രീകളുടെ രോഷം നിങ്ങൾക്കറിയാം. ഞാൻ പഴയ സഭയ്ക്കാരനാണ് സാർ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വൈകാരികമാവുന്നത്. ഞാൻ പഴയ DYP-കാരനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വൈകാരികമാവുന്നത്. ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമായി വളരെ മാന്യമായ സമരത്തിലും പ്രക്ഷോഭങ്ങൾ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ പാർട്ടി എന്ന് പറയുമ്പോൾ അത് വളരെ വൈകാരികമായ വിഷയമാണ്. ഇതൊന്നുമില്ല. നിങ്ങളെ സമരത്തിലായി പങ്കെടുത്തിട്ടില്ലേ? ഏത് സമരത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്? ഒരു സമരത്തിലും പങ്കെടുക്കില്ല, ഒന്നുമില്ല. ഈ പാർട്ടിക്കകത്ത് ബ്യൂറോക്രസിയുടെ ഭാഗമായി അതുവഴിയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ന്യൂക്ലാസിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ഏർപ്പാട് നടത്തുക എന്ന് പറഞ്ഞ അർത്ഥം ഈ പാർട്ടിയെ സ്പിരിച്വലായി ആത്മീയമായി നശിപ്പിക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിൽ കൂടുതൽ ധനം ഉണ്ടാകുമ്പോൾ ആ ധനത്തിന്റെ ഭാഗം എന്താവുന്നറിയോ? ആ ധനത്തിനകത്ത് ഈ മാതിരി വൈകൃതങ്ങൾ അതിന്റെ ഭാഗമായി തീരും. ഒരു പാർട്ടി സഖാക്കൾ തമ്മിലുള്ള വൈകാരികമായ ബന്ധത്തിന്റെ കൂറ് അങ്ങനെ സാധനം ഇപ്പോഴുണ്ടോ? ഇതില്ലാതായാൽ വരുന്ന അനിവാര്യമായിരിക്കുന്ന ദുരന്തമാണിത്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലത്ത് നടന്നേക്കുന്ന സംഭവം നിങ്ങൾ പറയുന്ന കൊലശേഖരം വരുന്ന അത് മാത്രമൊന്നുമല്ല ഇത് ഞാൻ ആവർത്തിക്കുകയാണ്. കേരളത്തിലെമ്പാടും തന്നെ ആവർത്തിക്കാൻ പോകുന്നതിന്റെ പരസ്യ പ്രഖ്യാപനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരുന്നപ്പോ കേരളത്തിലെ തെരുവോരങ്ങൾ ജാഥ നടത്തിയത്. ആ ജാഥയുടെ ഭാഗമായിട്ടാണ് VSന് സീറ്റ് കൊടുക്കേണ്ടി വന്നത്, മത്സരിക്കേണ്ടി വന്നത്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? പാർട്ടിയുടെ തീരുമാനം ജാഥകളിലൂടെ തിരുത്തിച്ചിട്ടുണ്ട്.
തിരിച്ചിരിക്കുന്ന ചരിത്രവും ജനാധിപത്യപരമായ കേരളത്തിലുണ്ട്. ഈ പാണ്ഡ്യാല ഷാജി അന്നല്ലേ പിണറായിയുടെ കോലം പിണറായി തന്നെ ഈ പറയുന്ന കത്തിച്ചതല്ലേ? ഔദ്യോഗികമായ പക്ഷത്തിന്റെ കുടലൂത്തുകാരനായി വന്നിട്ട് സത്യത്തിൽ നിങ്ങൾ പ്രബോധനല്ലേ? പിണറായി പറഞ്ഞക്കരയിലാണ് കത്തിച്ചത്. ഞാൻ അത്യാവശ്യം കടത്തി പറയാത്തത് കടത്തി പറയാനായിട്ടില്ല. അത് വരും. ഞാൻ ഇതേ ഫ്ലോറിൽ വന്നിട്ട് അത് വരുന്ന ദിവസം ഇതേ ഫ്ലോറിൽ വന്നിട്ട് ഞാൻ സംസാരിക്കും. ഇതേ ദിവസം ഞാൻ സംസാരിക്കും. അതുകൊണ്ടാണ് അതിന്റെ മുന്നോടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. ജഡസ്ക്യൂവിന്റെ ഭാര്യയും കടലിൽ ഇന്നേ വരെ കരകണ്ടിട്ടില്ല. പ്രാക്കുളത്തെ CPM ലോക്കൽ കമ്മിറ്റിയിൽ ഉയർന്നിരിക്കുന്ന വെടി, തന്നെ അയാളുടെ മരുമകനുമെതിരായിരിക്കുന്ന വെടി, ആ വെടി ഈ കേരളത്തിലെമ്പാടുമുള്ള പാർട്ടി സമ്മേളനങ്ങൾ വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ പ്രകമ്പനം ഈ കേരളത്തിലെ പാർട്ടിയെ പിടിച്ചു കുലുക്കുകയും ചെയ്യും. കൊല്ലത്ത് നടന്നിരിക്കുന്ന ഈ സംഭവം കൊല്ലം അറിഞ്ഞുകൂടാത്തോടാന്ന് പറയുന്ന ഒരുമാതിരി മറ്റേ വർത്താനം പറഞ്ഞ ആളുകൾ ചെറുതാക്കല്ല വേണ്ടത്. അതിന് പകരം എന്താണെന്നറിയോ? ആ കൊല്ലം എന്ന് പറയുന്ന സംഭവത്തിന് ധീരോജ്വലമായ സമരത്തിന്റെ പൈതൃകമുണ്ട്. ആദ്യമായി ബോണസ് എന്ന് പറയുന്ന സംഭവത്തിന് തൊഴിലാളികൾ സമരം ചെയ്തിട്ട് ബോണസ് വാങ്ങിച്ചത് ഇവിടുന്ന, അതും ഈ കൊല്ലത്താണത്, ഈ കേരളത്തിനകത്ത്. ഇതുപോലെ ഉത്തരവ് ശബദ പാരമ്പര്യമുള്ള ഒരു സ്ഥലത്ത് സ്വാഭാവികമായും അതുണ്ടായിരിക്കും. പക്ഷേ പിന്നെ ജയരാജ് പറയുന്നതിന് പോലെ കശുപിടുത്തമില്ല. ആ കശുപിടുത്തമില്ല, അതിനൊരു ഊക്കുണ്ട്. അത് പറയുമ്പോൾ അങ്ങനെ വരാവുന്ന ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കല്ല വേണ്ടത്. അതിനകത്ത് മനസ്സൊന്ന് പിടക്കാൻ പഠിക്കണം. ആ പിടക്കുമ്പോൾ മാത്രമാണ് ആ പാർട്ടി ഒന്ന് കറക്റ്റ് ചെയ്യുക. പിന്നെ സർവ്വസാധനം കൊണ്ട് ഒരു കോൺഗ്രസിന്റെ തലയിൽ കൊണ്ട് വെച്ച് കൊട്ടിക്കൊടുക്കുക. ഇവരിതൊന്നുമില്ല, ഇവരെല്ലാം ഗംഭീരമാണ്, സർവ്വതും ഗംഭീരം. ആ പാർട്ടിക്കകത്ത് ഏതെങ്കിലും ഒരുത്തൻ സത്യത്തിൽ ഇപ്പൊ എന്താ പറയുന്നുണ്ടാവുക? പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാലോചിക്കുകയും സങ്കടപ്പെടുകയും ചെയ്ത് ഇതായിരുന്നില്ലല്ലോ പാർട്ടി. ഇതിനാണ് മിസ്റ്റർ ജയരാജ് ഞാൻ പറഞ്ഞത്. AB ബർദാൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് അദ്ദേഹം ധരിച്ചിരിക്കുന്ന കോട്ടും പാന്റും ഒരു ബാഗും മാത്രമാണ്. CPM-ന്റെ ഉന്നതരായിരിക്കുന്ന PV മെമ്പർമാരെയും ഈ പാർട്ടിയുടെ ലീഡേഴ്സിന്റെയും ആസ്തികൾ എത്രയാണ് എന്ന് ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. എന്റെ അച്ഛൻ പാണ്ഡ്യാല ഗോപാലൻ മരിക്കുമ്പോൾ ഞാൻ ഒരു തവണ പറഞ്ഞാണ് 110 റുപ്യാണ് എന്റെ അച്ഛന്റെ മേശയിലൂടെ പേഴ്സിലുണ്ടായിരുന്നത്. 110 റുപ്യ, ഒരു 100 റുപ്യയും ഒരു കറുത്ത 10 റുപ്യയും. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് വലിയ ത്യാഗം നൽകിയിരിക്കുന്ന ഒരാളാണ് എന്റെ അച്ഛൻ. ഇതുപോലെ 100 സഖാക്കളുണ്ട്. ഇപ്പൊ ഈ മറുഭാഗത്തോ ആ ഒരു ബാറ് കച്ചവടത്തിന് ഒരു ഭാഗത്ത്, സ്പിരിറ്റ് കച്ചവടത്തിന്റെ പേര് വേറൊരു ഭാഗത്ത്, വേറെ എന്തെല്ലാം കച്ചവടങ്ങൾ മറുഭാഗത്ത് വരുന്നു. ഏത് സർവമാന അഴിമതികളുടെയും ഭാഗമായി മാറുന്നു ഈ പാർട്ടി. ഈ ജയരാജ് എന്ന് പറയുന്ന സഖാവിന് സങ്കടമേ ഇല്ല. ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ ചർച്ച ചെയ്യും. ഏത് ചർച്ച? ഏത് ബ്രാഞ്ചിൽ? എന്ത് ബ്രാഞ്ചിൽ? ഇതിലെന്താന്ന് പറഞ്ഞാൽ ഈ പന്തിരി കേൾക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ അപഹസിക്കുന്നതിന് തുല്യമായി ചെയ്യാവുന്ന പരിഹാസങ്ങളും പുച്ഛങ്ങളുമാണിത്. ഇതൊന്നും പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു പ്രവൃത്തിയുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമല്ല എന്ന് മിസ്റ്റർ ജയരാജ് സത്യത്തിൽ ഇതാ നിങ്ങളോട് പറയാണ്. ഇത് സങ്കടകരമാണ്. ഇങ്ങനെ സംസാരിക്കരുത് ഒരിക്കലും. യെസ്, പാണ്ഡ്യാല ഷാജി, ജി സുധാകരനെ ഒഴിവാക്കി CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനം ഇപ്പോൾ വന്ന വാർത്തയാണ് കേട്ടോ. ഉദ്ഘാടന ചടങ്ങിലേക്കും പൊതുസമ്മേളനത്തിലേക്കും മുതിർന്ന നേതാവായ ജി സുധാകരനെ ക്ഷണിച്ചിട്ടില്ല. സുധാകരൻ്റെ പറവൂരിലെ വീടിന് തൊട്ടടുത്താണ് CPM ഏരിയ സമ്മേളനം നടക്കുന്നത്. യെസ്, അപ്പോൾ പാർട്ടിക്ക് നല്ല പുരോഗതി ഉണ്ട്. ഒരു ടീച്ചർ അയച്ച മെസ്സേജാണ്. ഡോക്ടർ ജയരാജിൻ്റെ ഡോട്ടർ സ്റ്റഡീഡ് ഇൻ അവർ സ്കൂൾ, അമൃത. ദ ചൈൽഡ് വാസ് ഇൻ SPC, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ആയിരിക്കും. ഐ ഹാവ് ടേക്കൺ യോഗ ക്ലാസ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ സംവാദം കാണുന്നവരപ്പം തന്നെയാണ് പ്രതികരിക്കുന്നത്. ശ്രീ N. ശ്രീകുമാർ, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ 2 അംഗങ്ങളെയാണ് ഇന്നലെ പൂട്ടിവെച്ചത് അല്ലേ? അതിനുശേഷം ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പുറത്തു വന്ന അരിശം കൊണ്ടത് മാധ്യമങ്ങളോട് ആണ്. ആ ചിത്രീകരിച്ചതാണ് വലിയ പ്രശ്നം. ഇതെല്ലാം പുറത്തറിഞ്ഞതിലുള്ള ജാള്യത, അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം, അത് നോക്കൂ, എത്ര മോശമായിട്ടാണ് സംസാരിച്ചതെന്ന് അറിയാലോ അല്ലേ? ഇതൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംസ്ഥാന നേതൃത്വം മുഖവിലക്കെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ജയരാജ് പറയുന്നത് അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു വ്യവസ്ഥ ഇപ്പോൾ പാർട്ടിയിലുണ്ടോ? നമ്മുടെ MA ജോൺ പണ്ട് പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട്, അച്ചടക്കം അടിമത്തമല്ല. ഇന്നത് CPM-ലാണ് നമ്മൾ കാണുന്നത്. കാരണം അച്ചടക്കം എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും കാലം അച്ചടക്കത്തിന്റെ പേരിൽ പലരും വീട്ടിലിരുന്നു. നിങ്ങൾ നോക്കൂ, ഒരു മഹിളാ നേതാക്കളാണ് പാർട്ടിക്കെതിരെ കൊടിയുമായി രംഗത്ത് വരുന്നത്. എന്താ ആർജവത്തോടെയാണ് ഇന്ന് CPM-ന്റെ മഹിളാ നേതാവ് പ്രതികരിച്ചത്?
അവരെ വിലക്കാൻ ശ്രമിക്കുന്ന CPM നേതാവരുടെ അവർ പറയുന്ന വാക്കുകൾ അവരുണ്ട്, അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവിടെ എന്താ പ്രശ്നം? നമ്മൾ അടുത്ത കാലത്തെ ചില കാര്യങ്ങൾ മാത്രം എടുക്കാം. അത് പാർട്ടി ഒരു നയം എടുത്താൽ ആ നയം പാർട്ടി പാലിക്കണം. ഇവിടെ നോക്കൂ, കേരളത്തിന്റെ വിഷയത്തിൽ പാർട്ടി എന്ത് നിലപാടാണ് എടുത്തത്? ഇപ്പൊ കേരളയിൽ എവിടെയാ? അതൊക്കെ പോട്ടെ, ഈ അവസാന കാലത്ത് ജലവിമാനം ഉണ്ടല്ലോ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ ജലവിമാനം കൊണ്ടുവന്നപ്പോൾ മത്സ്യസമ്പത്ത് നശിക്കുമെന്ന് പറഞ്ഞ CPM ഇപ്പൊ ആ ജലവിമാനം കൊണ്ടുവന്നിട്ട് അതിന് മന്ത്രി റിയാസ് പറഞ്ഞ പ്രതികരണം എന്താ? ഇത് ജനാധിപത്യ ജലവിമാനമാണെന്ന്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന പാർട്ടി പ്രവർത്തകരെ അവർക്ക് പരിഹാസവും പുച്ഛവും തോന്നും. അപ്പൊ അവർ പ്രതികരിക്കും. ആ രണ്ട് കാരണമുണ്ട്. ഒന്ന്, പഴയ കാലത്ത് പാർട്ടി പത്രം മാത്രമേ അവർ വായിച്ചിരുന്നുള്ളൂ, ഉണ്ടെങ്കിൽ തന്നെ മറ്റു പത്രങ്ങൾ വായിക്കാൻ കിട്ടാറുണ്ടായിരുന്നില്ല, അഥവാ അതിനുള്ള പണം ഉണ്ടായിരുന്നില്ല, വേണ്ടത്ര അക്കാലത്ത് പത്രവായനക്കാർ പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് നോക്കൂ, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എല്ലാം അറിയുന്നുണ്ട് പാർട്ടി പ്രവർത്തകർ. ആ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഒന്നും നിഷേധിക്കാൻ പറ്റില്ല. അതായത് നിഷേധിച്ചാൽ തന്നെ അവർ ആ സോഷ്യൽ മീഡിയ പരതുമ്പോ ശരിയാന്ന് തോന്നും. ഇപ്പൊ MP രാജേഷ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് മന്ത്രി, അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങള്, AK ബാലൻ പറഞ്ഞ കാര്യങ്ങള്, ഇതൊക്കെ അവർ പിറ്റേന്ന് തിരുത്തി. പക്ഷെ അത് പാർട്ടി പ്രവർത്തകര് പഴയ കാലത്തെ ഒരു 2 ദിവസം മുമ്പുള്ള സോഷ്യൽ മീഡിയ യൂട്യൂബ് എടുത്ത് തിരയുകയാണ്. അപ്പൊ അവർക്ക് സത്യം മനസ്സിലാകുന്നു. അപ്പൊ ഇങ്ങനെ സത്യം മനസ്സിലാകുമ്പോൾ പരസ്യമായി പ്രതികരിക്കുകയാണ്. എന്ത്? പാർട്ടി, ഞങ്ങളുടെ പാർട്ടിയെ നേരെയാക്കാൻ ഞങ്ങൾക്കാകും എന്ന് പറഞ്ഞ പഴയ കാലത്ത് ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ്, ആ കാലം പോയി. ഇന്ന് ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ ഞങ്ങൾ തന്നെ ചോദിക്കും. അതാണെന്ന് കൊല്ലത്തെ കരുനാഗപ്പള്ളി കണ്ടത്. അങ്ങനെ പാർട്ടി മാറി. ഈ പാർട്ടി മാറി, പക്ഷേ പഴയകാല നേതാക്കൾ മാറിയില്ല. അവര് ശ്രീ പാണ്ഡ്യാല ഷാജി പറയുന്ന പോലെ അവരിപ്പോഴും പഴയ സ്കൂളിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞ പാർട്ടി പ്രവർത്തകർ അനുസരിക്കുന്നതാണ്. അവരനുസരിക്കില്ല. അനുസരിക്കുമായിരുന്നെങ്കിൽ കൊഴിഞ്ഞമ്പാറയിൽ ബദൽ സമ്മേളന കൊടി ഉയരുമായിരുന്നില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 അസംബ്ലി, ഒരു പാർലമെന്റ്, വയനാട് തെരഞ്ഞെടുപ്പ് നടന്നു. പാർട്ടി എന്താ പറഞ്ഞേ? വിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം എന്താ? ചേലക്കര ജയിച്ചു. ഇത് പാർട്ടി പ്രവർത്തകർ കാണുകയല്ലേ? കാരണം വയനാട് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 3 LDF ആ. മാനന്തവാടി, തിരുവമ്പാടി, നിലമ്പൂര്. അതിൽ നിലമ്പൂര് അൻവർ ഇങ്ങോട്ട് മാറി, എന്നാലും അവിടെ ജയിച്ചത് LDF ആണല്ലോ. മന്ത്രി കേളുവിന്റെ മണ്ഡലമാണ് തിരുവമ്പാടി. ഈ 7 മണ്ഡലങ്ങളിലും വോട്ട് ഇത്തവണ CPM കുറഞ്ഞ് കോൺഗ്രസിന് കൂടി. അപ്പൊ അത് ഭരണവിരുദ്ധ വികാരമല്ലേ? ആ 7 അസംബ്ലി മണ്ഡലങ്ങളിലെ ചുരുങ്ങിയത് 3 പാലക്കാടാകുമ്പോ 4 ആയില്ലേ? അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചേലക്കരയിൽ ജയിച്ചു എന്ന് പറഞ്ഞിട്ട്, അല്ല അത് പറയാം, ചേലക്കരയിൽ ജയിച്ചു എന്ന് പാർട്ടി പറയുകയാണ്. പക്ഷെ പ്രവർത്തകന്, പത്രം വായിക്കുന്ന പ്രവർത്തകൻ ചോദിക്കുകയാണ്, അപ്പൊ തിരുവമ്പാടിയിലോ, അപ്പൊ നിലമ്പൂരോ, അപ്പൊ മാനന്തവാടിയിലോ എന്ന് ചോദിക്കല്ലേ? അത് വേറൊരു കാര്യം. ചേലക്കരയില് 39,000 വോട്ടിൽ നിന്നും 27,000 വോട്ട് കുറഞ്ഞ് 12,000 വോട്ടിനാണ് ജയിച്ചത്. എന്നിട്ട് പറയാം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് ഇവരെ മടുത്തു എന്നുള്ളതാണ് അതിന്റെ സത്യം. അത് മാത്രമാണ്. ഇന്നൊരു വാർത്ത കണ്ടു, ശരിയാണെന്ന് എനിക്കറിയില്ല, ചാനലിൽ കണ്ടതാണ്. കാപ്പ ചുമത്തിയ ഒരാളെ പാർട്ടിയുടെ ഏതൊരു കമ്മിറ്റിയിൽ എടുത്തു എന്ന്. അതെ അതെ, ശരിയാണ്. അപ്പൊ അതാണ് ഈ പാർട്ടി. അതെ, അപ്പൊ അങ്ങനെ അതൊക്കെ കാണുന്ന പ്രവർത്തകരല്ലേ ഇത്? അപ്പൊ അവരാലോചിക്കും, ഞങ്ങൾ എന്തിനീ കൊടി പിടിച്ച് നടക്കുന്നു? ഇവിടെ ശ്രീ ജയരാജ് ചർച്ച ചെയ്ത് പോയി. അദ്ദേഹം ചോദിച്ചു കോൺഗ്രസിന് സമ്മേളനം നടത്താൻ പറ്റുന്നുണ്ടോന്ന്. കോൺഗ്രസിന്റെ സമ്മേളന രീതി ഇങ്ങനെയല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. ബ്രാഞ്ച്, ലോക്കൽ ഏരിയ, ജില്ല, സംസ്ഥാനം എന്ന് പറഞ്ഞു പോവുകയും അവസാനം എവിടെ ജനാധിപത്യമുള്ളത്? തിരഞ്ഞെടുക്കപ്പെട്ടയാളെ വെട്ടിമാറ്റിയിട്ട് തോറ്റയാളെ പാർട്ടി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ജനാധിപത്യ സംവിധാനമാണ് CPM-നുള്ളത്. കഷ്ടപ്പെട്ട് ജയിച്ച ഒരാളെ നിങ്ങൾ മാറി നിൽക്ക്, തോറ്റയാൾ വരട്ടെ, അവിടെ വിഭാഗീയത ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് CPM. പണ്ട് അവിടെ ഉള്ളിൽ ബഹളം വെച്ചിരുന്നു. ഇന്ന് ഉള്ളിലല്ല ബഹളം വെക്കുന്നേ. ഉള്ളിൽ ബഹളം വെച്ചാൽ ആരാ കേൾക്കുന്നത്? ഈ ശ്രീ പിണറായി വിജയൻ നേരിട്ട് പങ്കെടുത്ത 14 ജില്ലകളിലെ പാർട്ടി സമ്മേളനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിമാരെ ഇന്നുള്ളത്. ആ സെക്രട്ടറിമാർ ശ്രീ പിണറായി വിജയൻ പറഞ്ഞല്ലേ കേൾക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ സെക്രട്ടറിമാർ വെക്കുന്ന ഏരിയ, ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ കാര്യമൊക്കെ അവർക്ക് അങ്ങനെയല്ലേ വരുള്ളൂ. ഇവിടെ ശ്രീ PR വസന്തനെ കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ പല ചർച്ചകളിലും പറഞ്ഞൊരു പേരാണ് PR വസന്തൻ. PR വസന്തനും പ്രദീപുമായിരുന്നു പഴയ DYFIയുടെ സംസ്ഥാന നേതാക്കൾ. അതെ, DYFIയുടെ. അന്ന് വസന്തൻ VS-ന്റെ ഗ്രൂപ്പ് ആയതുകൊണ്ട് അദ്ദേഹത്തെ തഴഞ്ഞു.
ഇപ്പുറത്തെ മറ്റേ അദ്ദേഹം തഴയപ്പെട്ടു. ആ വസന്തൻ എവിടെ എന്നൊരു ചോദ്യം പലപ്പോഴും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പിന്നീട് അദ്ദേഹം ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ പിണറായി ഗ്രൂപ്പ് ആണെന്നുള്ളത് ശ്രീ ഷാജി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് പാർട്ടി അങ്ങ് മാറുകയാണ്. അതെ, പാർട്ടി മാറ്റി. അപ്പൊ പാർട്ടി അങ്ങനെ മാറുമ്പോൾ ഈ പ്രവർത്തകർ ചോദിക്കും. പ്രവർത്തകർ ഒരു കാലത്ത് BSന്റെ ഗ്രൂപ്പിൽ നിന്ന പ്രവർത്തകര് അക്കാലത്ത് BS എന്താണോ പറഞ്ഞിരുന്നത് അത് ശരിയാണെന്ന് തോന്നുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും എന്തുകൊണ്ടാണ്? പാർട്ടി വികാരം ഉണ്ടായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് കണ്ണന കേരളയിൽ BS എന്നവർ മുദ്രാവാക്യം വിളിച്ചത്. അതുകൊണ്ടാണ് കോട്ടയം സമ്മേളനത്തിലെ പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ ഒരു മഴയത്ത് VS അച്യുതാനന്ദൻ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? കള്ളു കുടിച്ച പള്ളയെ കിടക്കണമെന്ന്. അപ്പൊ ഇതൊക്കെ ഒരു കാലഘട്ടത്തിലാണ് ആ പാർട്ടി. ഇന്നിപ്പോ അങ്ങനെ ഇല്ല. ഇന്ന് ആരും തയ്യാറുമില്ല. അങ്ങനെ മുദ്രാവാക്യം വിളിച്ചു വരാൻ ആരും തയ്യാറുമില്ല. അതാ ഞാൻ പറഞ്ഞത്, പാർട്ടി എന്താണോ പറയുന്നത് അത് നടപ്പാക്കാൻ പാർട്ടിക്ക് പറ്റുന്നില്ല. പകരം എന്താണ്? അന്നന്ന് കാണുന്നത് നയമാക്കുകയാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ എല്ലാ അവസാനത്തെ ഉദാഹരണങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ മറ്റേ പത്രങ്ങൾക്ക്, മുസ്ലിം താല്പര്യമുള്ള 2 പത്രങ്ങൾക്ക് അവർ പരസ്യം കൊടുത്തു. പാർട്ടി പത്രത്തിൽ പരസ്യമില്ല. ഇത് സോഷ്യൽ മീഡിയ വന്നോ, TV ചാനലിൽ വന്നോ, മറ്റു പത്രങ്ങളിൽ വന്നോ. അപ്പൊ പ്രവർത്തകർ ചോദിക്കുകയാണ്, അല്ല സഖാവേ, ഞങ്ങൾ വരുത്തുന്ന പാർട്ടി പത്രത്തിൽ ഞങ്ങൾ പഠിക്കേണ്ട അല്ലാത്ത എന്ത് കാര്യമാണ് മറ്റു പത്രങ്ങളിൽ നിങ്ങൾ കൊടുത്തത് എന്നൊരു ചോദ്യം വരികയാണ്. അതിന് പാർട്ടിക്ക് ഉത്തരവുണ്ടോ? ഇല്ല. ഇനി ഈ 3 ഉപതെരഞ്ഞെടുപ്പ് സമയത്തും പാർട്ടിയുടെ മുഖപത്രത്തിൽ പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ആ വോട്ടെടുപ്പിന്റെ അടുത്ത ദിവസങ്ങളിൽ ഒരു ലേഖനം എഴുതിയില്ല. എന്താ എഴുതാതിരിക്കാൻ കാരണം? പാർട്ടിക്ക് നയമില്ല. പാർട്ടിക്ക് നയമുണ്ടെങ്കിലേ ലേഖനം എഴുതാൻ പറ്റുള്ളൂ. പാലക്കാട്ട് സരിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് എഴുതിയാൽ അത് രേഖയായി കിടക്കും. അപ്പോൾ ചോദിക്കും, പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും മോശമായ പ്രതികരണങ്ങൾ നടത്തിയെന്ന ആരോപണമുള്ള ഒരാളല്ലേ കോൺഗ്രസിൽ നിന്ന് വന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ലേഖനമേ വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിന് ഞാൻ പറയുന്നില്ല. കാരണം അത് ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിലെ PT കുഞ്ഞുമുഹമ്മദ് ജയിച്ചതും അതുപോലെ തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിലെ മത്തായി ചാക്കോ മരിച്ചപ്പോൾ ജോർജ് തോമസ് ആണെന്ന് തോന്നുന്നു അദ്ദേഹം ജയിച്ചതൊക്കെ നമുക്ക് അറിയാം. അന്നൊക്കെ ഇവരുടെയൊക്കെ പിന്തുണ, ജമാഅത്തിന്റെ പിന്തുണ 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2000 കൃത്യമായി ഓർമ്മയില്ല, അന്ന് ജമാഅത്തിന്റെ പിന്തുണ ഈ CPM-നായിരുന്നു. അപ്പൊ അതൊക്കെ പ്രവർത്തകർ കാണുകയും വായിക്കുകയും ചെയ്യുന്നു. അതായത് അതേ ഞാൻ പറഞ്ഞത്, പഴയ കാലത്തെ അടിസ്ഥാന വർഗത്തിന് വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ഇന്ന് ആരാണ് വരുന്നത്? ഇന്ന് പഠിച്ച് പാസ്സായി വിവരമുള്ള വിദ്യാഭ്യാസമുള്ള പാർട്ടി പ്രവർത്തനത്തിലുണ്ട്. അപ്പൊ അവര് ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഇത് നമ്മൾ പൊട്ടിത്തെറി ഓരോ ദിവസം കൊടുക്കേണ്ട കാര്യമില്ല. പാർട്ടി പൊട്ടിത്തെറിയല്ല സംഭവിക്കുന്നത്, പാർട്ടി പുകയുകയാണ്. പാർട്ടിക്കുള്ളിൽ പുകച്ചിലാണ്. അത് നീറി ഈ ഉമി നീറിയിട്ട് ഉമിക്കിരി ഉണ്ടാവില്ലേ? അതുപോലെ നീറി ഉമിക്കടി ഉണ്ടാകുന്നത് പോലെ ഈ പാർട്ടി നീറി ആ പാർട്ടിയിൽ പ്രശ്നം ഉണ്ടാകും. അത് മനസ്സിലാക്കാൻ പാർട്ടിയിലെ ചിലർക്കൊക്കെ കഴിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ മൗനം പാലിക്കുന്നത്. അവർ മിണ്ടുന്നില്ല. അവർ ഒരുപക്ഷെ അവരെ മാറി പോവാതിരിക്കാം. ഞങ്ങളായിട്ട് ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നവർ സ്വയം തീരുമാനിച്ചു. ഇപ്പൊ സുധാകരനെ ഒരു ഏരിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന് ഇപ്പൊ വാർത്ത വരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സുധാകരൻ 3-4 കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനോടുള്ള അപ്പൊ ആലപ്പുഴത്തെ പാർട്ടി പ്രവർത്തകര് സുധാകരനൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ്, അതോ വേറെ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ള ചോദ്യം വരികയാണ്. അവിടെ സുധാകരനൊപ്പം നിൽക്കുമെന്ന് പറയാൻ കാരണം സുധാകരൻ ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ സത്യം വിളിച്ചു പറയുന്ന ഒരു വിഭാഗമാണ് നമ്മൾ ഇന്ന് കരുനാഗപ്പള്ളിയിൽ കണ്ടതും ഒഴിഞ്ഞമ്പാറയിൽ കണ്ടതും കുട്ടനാട് കണ്ടതും ഒരു പരിധി വരെ ചില കായംകുളത്തിന്റെ ചില ഭാഗങ്ങളിൽ കണ്ടതും. ഓക്കെ എന്തായാലും ഇനിയിപ്പോൾ ഏരിയ സമ്മേളനങ്ങൾ അതുപോലെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ കണ്ടതൊക്കെ കരുനാഗപ്പള്ളി കണ്ടത് കൂടുതൽ സ്ഥലങ്ങളിൽ കാണാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പാണ്ഡ്യാല ഷാജി, ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലെ പാർട്ടിയിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ട്. അതിങ്ങനെ ഈ പുകഞ്ഞ് ഇപ്പോൾ നോക്കൂ, സുധാകരനെ കൂട്ടാതെ ഏരിയ സമ്മേളനം നടക്കുകയാണ്. എന്ത് സന്ദേശമാണ് ഇതുവഴി നൽകുന്നത്? ഇനിയിപ്പോൾ സുധാകരൻ്റെ അവസ്ഥ തന്നെയായിരിക്കും ഇനി ഇപിക്കും ഉണ്ടാകാൻ പോകുന്നത്. അല്ല, അതിനകത്ത് അതിപ്പോൾ ശ്രീകുമാർ സാർ പറഞ്ഞതാണ് അതിന്. അതെ അതിപ്പോൾ ശ്രീകുമാർ സാറ് ആ സാധനത്തിൻ്റെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. അത് സംഭവം പറഞ്ഞാൽ പിന്നെ ജി സുധാകരൻ സഖാവ് ഒരു സമ്മേളനത്തിലേക്ക് പങ്കെടുക്കാൻ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്ന് പറഞ്ഞാൽ റബലുകളായി ചിന്തിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന വലിയൊരു ഇൻസ്പയറിംഗ് ഫാക്ടറായിരിക്കും അത്. ആ ഒരു ഇൻസ്പയറിംഗ് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ സമ്മേളനത്തിൻ്റെ ഘടനയെ പോലും അത് ചോദ്യം ചെയ്യിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുണ്ടാകുന്നൊരു ഭയമുണ്ട്. ആലപ്പുഴ ഒരു സ്ഥലത്ത് ആഞ്ഞു വീശാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ്. പക്ഷേ നമ്പ്യാർ ഓർമ്മയുണ്ടാവും, നമ്മൾ തന്നെ എത്രയോ തവണ ഈ ജന ഡിബേറ്റിനകത്ത് പി കൃഷ്ണപിള്ളയുടെ ആഫീസിനകത്ത് ഇരുന്നിട്ട് പി കൃഷ്ണപിള്ളയുടെ ഫോട്ടോയിൽ പുറകെ ഇരുന്നിട്ടാണ്
ഈ വീഡിയോനകത്ത് മൊബൈൽ ഫോണിനകത്ത് കണ്ടിരിക്കുന്ന സ്ത്രീകളുടെ പിന്നെ അണിയറ സംഭവങ്ങൾ അത് നോക്കി രചിച്ച് ഇതെന്നാണോ അതിനാണോ നമ്മൾ ചർച്ച ചെയ്തൊരു ഗതികേടുണ്ടായത്. അത്രയും സങ്കടകരവും ദുഃഖകരവുമായ ഒരവസ്ഥക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതാണ് ഈ സഖാവ് പി കൃഷ്ണപിള്ളയുടെ ചിത്രവും പി കൃഷ്ണപിള്ളയുടെ ആപ്പീസും. ഇതിനെല്ലാം മൂകസാക്ഷിയായി നിൽക്കേണ്ടി വന്നിരിക്കുന്ന ഒരാളും കൂടിയാണ് നിർഭാഗ്യവശാൽ സഖാവ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ ഒരു മഹാവിസ്ഫോടനം അദ്ദേഹത്തിൻ്റെ നെഞ്ചിലിരുന്ന് പുകയുന്നുണ്ടാവും. അത് പല ഘട്ടങ്ങളിലായി പലപ്പോഴായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ ഇവിടെയില്ലാത്ത പാർട്ടി സഖാക്കളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ലളിതമായി പറഞ്ഞിരിക്കുന്ന ഒരു മറുപടിയുണ്ട്. ഒട്ടനവധി രക്തസാക്ഷികളെ നിർമ്മിക്കുകയും വിവിധ പാർട്ടികൾക്കകത്ത് ആളുകളെ കൊല്ലുകയും ചെയ്ത് കുറേ ആളുകൾ ധനാഢ്യന്മാരായി എന്നല്ലാതെ എന്താണ് കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംഭാവന ഈ കേരളത്തിൽ നൽകിയത് എന്ന ഗൗരവതരമായ ചോദ്യം ഈ പറയുന്ന ജി സുധാകരൻ ചോദിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ നെഞ്ച് വിടച്ചു പോകുന്നൊരു ചോദ്യമാണ്. അത്തരത്തിലുണ്ടായിരിക്കുന്ന വളരെ ഷാർപ്പായിരിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുകയും അഴിമതി ആരോപണത്തിന്റെ കറ പോലും കൂടാതെ ഒരു സത്യസന്ധനായിരിക്കുന്ന ഒരു പൊതു മരാമത്ത് വകുപ്പിന്റെ മന്ത്രിയിരിക്കുക, ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിരിക്കുക, ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്ന ആളെ നിങ്ങൾക്ക് ആവശ്യമില്ല. അതിന് പകരം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എന്തെല്ലാംവിധ വൃത്തികേടുകൾ ചെയ്യാമോ, അധാർമിക പ്രവൃത്തികൾ ചെയ്യാൻ റിസർച്ച് നടത്തുന്ന ആളുകളെ നിങ്ങളുടെ മന്ത്രിസഭത്ത് കൊണ്ടുവരിക, അവരെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി ഇരുത്തുകയും ചെയ്യുക. ഇത് സത്യത്തിലായിരുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിരിക്കുന്ന കേരള ചർച്ചസ്ക്യൂ ആയ മിസ്റ്റർ വിജയന്റെയും ഈ പരിവാര വൃന്ദത്തിന്റെയും അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ താല്പര്യമാണ്. ഇത്തരം രാഷ്ട്രീയ താല്പര്യം വിഘാതമായി വരുന്ന ഏത് സംഭവത്തെയും ചെറുക്കാൻ അവർ സന്നദ്ധരാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ജി സുധാകരനെ അവരിപ്പോഴും ഭയക്കുന്നത്. ജി സുധാകരൻ ഇപ്പോഴും സടകൊഴിയാത്ത സിംഹമാണ് എന്ന് വളരെ കൃത്യമായി ജി സുധാകരനെ ഈ പറയുന്ന ഒരു അകറ്റി നിർത്തൽ അല്ലെങ്കിൽ മാറ്റി നിർത്തൽ തെളിയിച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ആലപ്പുഴയിൽ ഇന്നും വാസ്തവത്തിൽ ഏറ്റവും വലിയൊരു വീരപുരുഷനായി പാർട്ടി സഖാക്കളുടെ ഉള്ളിൽ നിൽക്കുന്നത് ശരിക്കും ജി സുധാകരനാണ് എന്ന് ഈ പറയുന്ന ഈ സംഭവം പരോക്ഷമായി സമ്മതിക്കുകയാണ് ചെയ്തത്. പിന്നെ ആലപ്പുഴ ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഘടന പോലും സമ്പൂർണ്ണമായി ചോദ്യം ചെയ്യപ്പെട്ടതാണ്. അത് നമ്മൾ പലതവണയായിട്ട് ചർച്ച ചെയ്തതാണ്. വ്യഭിചാരം ഒരു ഭാഗത്ത്, ലഹരി വേറൊരു ഭാഗത്ത്, ഹോമോസെക്ഷൽ വേറൊരു ഭാഗത്ത്, ഇങ്ങനെ വരാവുന്ന സർവ്വവൃത്തികേടുകളും അവിടെയാണ് ശരിക്കും ആലപ്പുഴയിൽ വരുക. ഞാൻ വളരെ മുമ്പേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുന്നപ്ര വയലാറിനകത്ത് എത്ര ആളുകൾ വെടിയേറ്റ് മരിച്ചു എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ വെടിയേറ്റ് വീണിരിക്കുന്ന ആ കുളത്തിന്റെ അടുത്ത് നിന്ന് വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ വയലാർ രവി എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി 26ാമത്തെ വയസ്സിൽ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി വരാവുന്ന ആളുകൾ വീട്ടിലേക്കുള്ള ദൂരം. ഞാനൊരു തവണ ഈ പുന്നപ്ര വയലാർ തന്നെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഈ സാധനം എങ്ങനെയാണ് ഇത്രയും ചെറിയ ഒരു സ്ഥലത്ത് നിന്ന് വയലാർ രവിയെ പോലെ 26ാമത്തെ വയസ്സിൽ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി വരാൻ മാത്രം ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ സത്യത്തിൽ പിഴച്ചത് ആർക്കാണ്? വയലാർ രവിക്കാണോ അല്ല അവിടുത്തെ പാർട്ടിക്കാണോ? ഇതൊരു വളരെ ഗൗരവകരമായ ചോദ്യമാണ്. ഇത്തരത്തിൽ വരാവുന്ന വളരെ ഗൗരവകരമായിരിക്കുന്ന ചോദ്യം പല ഘട്ടങ്ങളിലായി വളരെ കൃത്യമായി ഉയർത്തുന്ന ആളും കൂടിയാണ് സഖാവ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ അവർക്ക് ഭയക്കണം. ഈ ഭയപ്പാട് മുഴുവൻ ഉണ്ടാകുമ്പോൾ സത്യത്തിൽ ഈ പാർട്ടി നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന കരുനാഗപ്പള്ളി വിഷയത്തിന്റെ ഭാഗമായി പോകുമ്പോൾ മുഴുവൻ സ്ഥലത്തും ഇത് ഡാമേജ് ആയി പോവുകയാണ്. ഞാൻ അടിവരയിട്ടും ഉറപ്പിച്ചും അർത്ഥസംഘടനയില്ലാത്തതും ഞാൻ പറയാണ്, ഈ പാർട്ടി അതിന്റെ ആത്മനാശത്തിലേക്കുള്ള യാത്രയുടെ വേഗം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആ യാത്ര ഏറ്റവും മനോഹരമാണ്, സുന്ദരമാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം. കാരണം ഇത് തകരണം. ഇത് തകരുന്നതിലൂടെ മാത്രമേ കേരളത്തിനകത്ത് മനുഷ്യനായി പിറന്നവര് മനുഷ്യനായി ജീവിക്കാനും മനുഷ്യനായി മരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ളൂ. ഇല്ല, ഒറ്റൊരു കാര്യമുള്ളൂ. ഇല്ലാത്ത പക്ഷം സ്വർഗത്തിന് താഴെ ഇവിടെ നിൽക്കുന്ന ഏറ്റവും മനോഹരമായി ഏറ്റവും ലാഭകരമായ തൊഴിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംഘടനക്കകത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലോ ബ്രാഞ്ചിലോ നിങ്ങൾ ഇരുന്നാൽ മതി. സ്വർഗത്തേക്കാൾ ഗംഭീരമായി, അതിനേക്കാൾ ആനന്ദപൂരിതമായി നിങ്ങൾക്ക് ജീവിച്ചു തീർക്കാനുള്ള എല്ലാവിധ ആർഭാടവും സൗകര്യങ്ങളും ചെയ്തു തരുന്ന ഒരു പാർട്ടിയായി നിർഭാഗ്യവശാൽ ഈ പാർട്ടി മാറിയിരിക്കുന്നു. അതിന്റെ മരണമണി മുടങ്ങുന്നതിന്റെ ഒരു ശബ്ദം വളരെ കൃത്യമായി ഈ സ്ത്രീകളുടെ മുദ്രാവാക്യത്തിലൂടെ മുഴങ്ങിയിരിക്കുന്നു എന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രാഷ്ട്രീയ അധ്യായത്തിന്റെ ഒരു ചെറിയ ചിന്താണ് എന്നാണ് മിസ്റ്റർ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരു ഭാഗത്ത് സ്ത്രീ സുരക്ഷയാണ് ഞങ്ങളുടെ പ്രധാന അജണ്ട, ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അതിനാണ് എന്ന് പറയുന്ന സർക്കാർ, അതിനെ നയിക്കുന്ന പാർട്ടി. പക്ഷേ ആ പാർട്ടിയിലെ സ്ത്രീകൾക്ക്, വനിതകൾക്ക് അവർക്ക് സുരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ള ദുരവസ്ഥയാണ് ഇന്ന് കരുനാഗപ്പള്ളിയിൽ കണ്ടത്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.